സ്തോത്രം. ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് എത്രാമത്തെ സഭയാണ്? അഞ്ചാമത്തെ സഭയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. സർദീസ് സഭ അല്ലേ? കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ തിയത്തൈര സഭയെക്കുറിച്ച് വളരെ ശക്തമായി കോംപ്രമൈസിങ് ചർച്ച് എന്ന വിഷയമായിരുന്നല്ലോ. ഹല്ലേലൂയ. എല്ലാത്തിനെയും കോംപ്രമൈസ് ചെയ്യുവാൻ സ്തോത്രം. മോനെ അത് ഇച്ചിരി കൂടെ ഒന്ന് മുന്നോട്ട് വെച്ച് കൊടുത്താൽ അത് ഔട്ടാവത്തില്ല. ആരെങ്കിലും ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ആരറിയാവുന്നവർ മുന്നോട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സ്തോത്രം. നിങ്ങളത് ശ്രദ്ധിക്കണ്ട. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത് കോംപ്രമൈസിങ് ചർച്ച്. എല്ലാ കാര്യങ്ങളെയും കോംപ്രമൈസ് ചെയ്യുന്നതായ ഒരു പ്രശ്നവുമില്ല, എന്തും നടന്നോട്ടെ, ഏത് വിഷയവും ആയിക്കോട്ടെ, ദാറ്റ്സ് ഓക്കേ എന്ന് ചിന്തിക്കുന്ന ഒരു തലമായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത്. ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിക്കുന്നത് സ്തോത്രം സർദീസ് സഭയെക്കുറിച്ചാണ്. കർത്താവിൻ്റെ ദൂതൻ സഭയ്ക്കെഴുതുന്ന ദൂതാണ് നമ്മളിത് വായിക്കുന്നത്. വായിച്ചാട്ട് 3-ാം അധ്യായം 1 മുതൽ അതിൻ്റെ 6 വരെയുള്ള വാക്യങ്ങൾ വേഗത്തിൽ ശബ്ദമുയർത്തി വായിച്ചു. സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക, ദൈവത്തിന്റെ 7 ആത്മാവ് 7 നക്ഷത്രമുള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട് എങ്കിലും നീ മരിച്ചവനാകുന്നു. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ നിന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. ഏത് നാഴിക നിന്റെ മേൽ വരുമെന്ന് നീ അറിയുകയുമില്ല. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്. അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചും കൊണ്ട് എന്നോട് കൂടെ നടക്കും. ജയിക്കുന്നവർ വെള്ളയുടുപ്പ് ധരിക്കും. അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എന്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേർ ഏറ്റു പറയും. ആത്മാവ് സഭകളോട് പറയുന്നതെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. മതി. സ്തോത്രം. എത്ര പേര് ശ്രദ്ധിച്ചു വായിച്ചത്? എത്ര പേര് ശ്രദ്ധിച്ചു വായിച്ചത്? എവിടാ? നമുക്ക് പല ബിസിനസ് അല്ലേ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സ്തോത്രം. എന്നാൽ ഇനി ഒന്ന് ശ്രദ്ധിച്ച് വായിക്കാൻ വേണ്ടി വെക്കുക. ഓക്കെ, എല്ലാവരും എടുത്ത് എല്ലാവരും ഒന്ന് വായിച്ച് നോക്കി ആ ഭാഗം. ആരും നോക്കാതിരിക്കരുത്. ബൈബിൾ എല്ലാവരുടെയും കയ്യിലുണ്ടല്ലോ. ഇല്ലാത്ത ആരുടെയെങ്കിലും കയ്യിലുണ്ടോ? ബൈബിളും ഇല്ലാതെ വന്നവർ ചിലപ്പോൾ അതും കാണും അല്ലേ? ഇല്ലെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ സഭ പെന്തക്കോസ്ത് സഭയാണല്ലോ. സ്തോത്രം. പ്രൈസ് ഗോഡ്. വെരി ഗുഡ്. ഉള്ളവരൊക്കെ ഒന്ന് ഉയർത്തി പിടിക്കുന്നുണ്ട്. ദൈവം സഹായിക്കട്ടെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആരും ഇല്ല ഇതിനകത്തോട്ട് വരല്ലേ? മൊബൈലും പിടിച്ചോണ്ടൊന്നും വരല്ലേ? സ്തോത്രം. ആമേൻ. ഇന്ന് വന്ന് ഡിജിറ്റൽ വേൾഡിലേക്ക് വന്നതുകൊണ്ട് ബൈബിളെല്ലാം മാറ്റി വീട്ടി വെച്ചിട്ട് മൊബൈലും കൊണ്ട് വരുന്ന കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുക. നമുക്കത് വേണ്ട. നമുക്ക് വചനം കൊണ്ട് വന്നാൽ മതി അല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ എല്ലാവരും ഒന്ന് വായിച്ചേ ആ ഭാഗം. പെട്ടെന്ന് വായിച്ചു. കഴിഞ്ഞോ? ഓക്കെ, കഴിഞ്ഞവരെല്ലാം കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാലേ. പ്രൈസ് ഗോഡ്. ദൈവം സഹായിക്കട്ടെ. പ്രൈസ് ഗോഡ്. അപ്പോൾ ഈ സർദീസ് സഭയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പ്രാരംഭമായി അതിൻ്റെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ആ പട്ടണത്തെക്കുറിച്ചൊന്ന് മനസ്സിലാക്കണം. കാരണം ഓരോ പട്ടണത്തിൻ്റെ പശ്ചാത്തലം ദൂതിനെ കണക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ പട്ടണത്തെക്കുറിച്ച് നമ്മൾ തിയത്തൈര പട്ടണത്തെക്കുറിച്ച് പഠിച്ചു. അപ്പം പട്ടണത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഈ ദൂതിനെ ഒന്ന് കണക്ട് ചെയ്യുന്നത് ഈ ഏഷ്യ മൈനറിലെ ഞാൻ കുറേ കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ ആഴ്ചത്തെ പേപ്പർ നോക്കിയിട്ട് ഇത് എഴുതിയതൊന്നും അവിടെയെങ്കിലും കണ്ടില്ല പലരുടെയും. ഓക്കെ, എല്ലാവരുടെയും അല്ല, ചിലരുടെയൊക്കെ. എഴുതിയവരൊക്കെ എന്നെ ദേഷ്യപ്പെടണ്ട. ഓക്കെ, അപ്പം കാണണം എനിക്ക് പേപ്പറിനകത്ത്. അപ്പോൾ ഏഷ്യ മൈനറിലെ പുരാതനമായ ഒരു പട്ടണമായിരുന്നു ഈ സർദീസ്. തിയത്തൈരയിൽ നിന്ന് ഏതാണ്ട് 45 കിലോമീറ്റർ തെക്ക് കിഴക്ക് മലനിരക്കുകളിലും പാറക്കെട്ടുകളും കൊണ്ട് നിറഞ്ഞ ഒരു പർവ്വത സമാനമായ അതിൻ്റെ മുകളിലുള്ള സമതലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ പട്ടണമാണ് ഈ പട്ടണം. ഓക്കെ, മാത്രമല്ല ഈ പട്ടണം വളരെ സമ്പൽ സമൃദ്ധമായിരുന്നു. ഓക്കെ, വളരെ സമ്പൽ സമൃദ്ധമായ പട്ടണമായിരുന്നു. ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് ഏതാണ്ട് 1200 വർഷങ്ങൾക്ക് മുമ്പ് ലിദിയൻ രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു ഈ സർദീസ് എന്ന് പറയുന്ന പട്ടണം. ഓക്കെ, മാത്രമല്ല അത് അന്ന് ഏതാണ്ട് BC 500 അവിടെ ഭരിച്ചിരുന്ന ഒരു ക്രിസസ്
എന്ന് പറയുന്ന ഒരു രാജാവ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ധനികനായൊരു രാജാവായിരുന്നു. സമ്പൽ സമൃദ്ധി വളരെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആ രാജ്യത്തിൻ്റെ സമതലത്തിലുണ്ടാകുന്ന സമുദ്രത്തിൻ്റെ സൈഡിൽ നിന്ന് ലഭിക്കുന്ന മണൽത്തരി പോലും സ്വർണത്തിൻ്റെ അംശങ്ങളുള്ളതാകയാൽ ആ പട്ടണം എല്ലാം കൊണ്ടും സമ്പൽ സമൃദ്ധമായ ഒരു പട്ടണമായിരുന്നു. തന്നെ ഏറ്റവും ആ ക്രിസിസ് എന്ന് പറയുന്ന രാജാവിനെ ലോകത്തിലെ ഏറ്റവും വലിയ ധനികന്മാരിൽ ഒരുവൻ എന്നാണ് അദ്ദേഹത്തെ നാമകരണം ചെയ്തിരുന്നത്. കാരണം അത്ര സമ്പൽ സമൃദ്ധിയായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നും പേടിക്കാനില്ല. സമ്പത്ത് കൊണ്ട് വലിയ സമ്പത്തുണ്ട്. അതിൻ്റെ സുരക്ഷിതത്വം, ആ പട്ടണത്തിൻ്റെ സുരക്ഷിതത്വം വലിയ സുരക്ഷിതത്വമാണ്. കാരണം ഒറ്റ വഴിയേ ഉള്ളൂ ഈ പട്ടണത്തിലേക്ക് പോകാൻ. ചുറ്റും പാറകളും മലകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് ശത്രുവിന് പെട്ടെന്ന് ഈ പട്ടണത്തിലേക്ക് അടുക്കാൻ കഴിയത്തില്ല. ഇന്നും ഉണ്ടല്ലോ അങ്ങനെയുള്ള പട്ടണങ്ങൾ, രാജ്യങ്ങൾ. നിങ്ങൾക്കറിയാമോ, ചുറ്റും മതിലുകളും അല്ലെ മലകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് ശത്രുവിനെ പെട്ടെന്ന് അടുക്കാൻ കഴിയാത്ത രാജ്യങ്ങൾ ഇന്നുമുണ്ട്. ആയതുപോലെ തന്നെ ഈ രാജ്യം അങ്ങനെ വലിയ പേടിയൊന്നുമില്ലാതെ മുന്നോട്ട് ജീവിക്കുമ്പോഴാണ് BC 549 പേർഷ്യൻ രാജാവായിരുന്ന സൈറസ് എന്ന് പറയുന്ന ഒരു രാജാവിന് ഈ രാജ്യത്തോട് അല്പം നീരസമുണ്ടാകുകയും ഈ രാജ്യത്തിൻ്റെ പട്ടണത്തിന് ചുറ്റും വന്ന് താവളമടിപ്പാനിടയായി. നോക്കുമ്പോൾ ഇതിനകത്തോട്ട് കയറുവാൻ ഒരു വഴിയുമില്ല. അവർ ആകെ ശ്രമിച്ചു നോക്കി. അവസാനം ഈ പട്ടണത്തിന് ചുറ്റും കാവൽ. ചരിത്രം പറയുന്നത് ഇങ്ങനെയാണ്: ഒരു ദിവസം നോക്കുമ്പോൾ ആ സൈന്യത്തിൻ്റെ പട്ടാളക്കാരിൽ ഒരുവൻ ഈ മതിലിൻ്റെ മുകളിൽ കൂടെ നടക്കുമ്പോൾ താൻ പെട്ടെന്ന് ഉറങ്ങി. തൻ്റെ തലയിലിരുന്ന തൊപ്പി പട്ടണത്തിൽ താഴെ പോയി. അന്ന് അത് നോട്ട് ചെയ്ത രാജാവിന് അല്ലെങ്കിൽ മറ്റ് ശത്രുവിൻ്റെ രാജാവ് നോട്ട് ചെയ്തു. പിറ്റേ ദിവസം രാവിലെ നോക്കിയപ്പോൾ ഈ തൊപ്പി അവിടെ ഇല്ല. അപ്പോൾ ഇദ്ദേഹത്തിനൊരു കാര്യം മനസ്സിലായി, ഏതോ ഒരു വഴി ഇതിനകത്ത് ഉണ്ട്, ഏതോ ഒരു വഴിയുണ്ട്. ഇവർ പുറത്തു നിന്ന് വളരെ ശ്രദ്ധയോടെ നോക്കി. അവസാനം ഒരു പടയാളി ഈ പാറക്കെട്ടിൽ ഒരു തുരങ്കം ഇങ്ങനെ കാണാനിടയായി. അദ്ദേഹം അതിനെ ഒന്ന് പരീക്ഷിച്ചു. അദ്ദേഹം രാത്രിയിൽ ഈ തുരങ്കത്തിനകത്തുകൂടെ, ഈ വിള്ളലിനകത്തുകൂടെ അകത്തോട്ട് കയറി ചെന്നെത്തിയത് സ്തോത്രം ഈ ക്രിസിസ് രാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ സമീപത്താണ്. ഓക്കെ, അങ്ങനെ ഇത് മനസ്സിലാക്കിയ ഈ പേർഷ്യൻ രാജാവിൻ്റെ സൈന്യാധിപൻ മടങ്ങി വന്നിട്ട് രാത്രിയിൽ ഇവർ കൂട്ടമായിട്ട് ഇതിനകത്തുകൂടെ അവിടെ ചെന്നപ്പോൾ സുരക്ഷിതത്വത്തെക്കുറിച്ച് ഉറപ്പ് പേടിയില്ലാത്ത, അല്ലെങ്കിൽ യാതൊന്നും പേടിക്കേണ്ട എന്ന് ചിന്തിച്ച ക്രിസിസ് രാജാവിൻ്റെ പടയാളികൾ സുഖമായി ഉറങ്ങുകയാണ്. അപ്പോൾ അവർക്ക് പേടിക്കേണ്ടല്ല. ചുരുക്കത്തിൽ അങ്ങനെ അതിനകത്ത് കടന്ന് ഈ പേർഷ്യൻ രാജ്യം ഈ സർദീസ് പട്ടണത്തെ പിടിച്ചടക്കാനിടയായി. സ്തോത്രം. അത് 549 കാര്യമാണ് പറയുന്നത്. അതിനുശേഷം ഈ പട്ടണം വീണ്ടും പണിതു, റീബിൽഡ് ചെയ്തു. എന്നാൽ വീണ്ടും ഏതാണ്ട് സ്തോത്രം BC 218 സ്തോത്രം അന്ത്യോക്കോസ് എന്ന് പറയുന്ന ഒരു രാജാവ് കടന്നു വന്നിട്ട് ഇതേ നിലയിൽ തന്നെ ഈ പട്ടണത്തെ ആക്രമിപ്പാനിടയായി തീർന്നു. അപ്പോൾ ഇവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത് സ്തോത്രം 214 അദ്ദേഹം വീണ്ടും കടന്നു വന്നു, ഈ പട്ടണത്തെ ആക്രമിച്ച് പിടിച്ചടക്കി. BC 133 ഈ പട്ടണം റോമൻ അധികാരത്തിന് കീഴിൽ വന്നു. അങ്ങനെ വളരെ സുഖത്തോടെ കഴിയുമ്പോഴാണ് AD 17 വലിയ ഒരു ഭൂകമ്പം ഉണ്ടാകുകയും ഈ പട്ടണം പൂർണ്ണമായിട്ട് നശിപ്പാനിടയായി തീർന്നു. അപ്പോൾ മാത്രമല്ല, അതിനുശേഷം തിബിരിയസ് ചക്രവർത്തിയുടെ കാലത്ത് ഈ പട്ടണം നന്നായി പുതുക്കി പണിതിട്ട് ഈ അനേകം യഹൂദന്മാർ ഈ പട്ടണത്തിലേക്ക് കുടിയേറി. ചുരുക്കത്തിൽ വലിയ ഒരു സിനഗോഗ്, ഏതാണ്ട് ഒരു ഫുട്ബോൾ സ്റ്റേഡിയത്തിൻ്റെ വലിപ്പമുള്ള ഒരു സിനഗോഗൊക്കെ ഈ പട്ടണത്തിൽ പണിവാനിടയായി തീർന്നു. അപ്പോൾ എല്ലാ തലത്തിലും നമ്മൾ ഈ പട്ടണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ പട്ടണത്തിന് നല്ല സുരക്ഷിതത്വമുണ്ട്, നല്ല മതിൽക്കെട്ടുകളുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചൊരു കാര്യമുണ്ട്, തുയത്തര പട്ടണത്തിൻ്റെ പരാജയം എന്തില്ലായിരുന്നു? മതിൽക്കെട്ടില്ലായിരുന്നു. ചുറ്റുമതില്ലാത്തത് കൊണ്ട് പലപ്പോഴും ശത്രു ആക്രമിച്ചു. ഇവിടെ ശത്രുവിനെ ആക്രമിക്കാൻ, അല്ലെങ്കിൽ ഈ രാജ്യത്തിന് നല്ല സുരക്ഷിതത്വമുണ്ട്. എന്നാൽ സ്തോത്രം അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് സുരക്ഷിതത്വം ഉണ്ടെങ്കിലും അശ്രദ്ധമായ നിമിത്തം, ഓവർ കോൺഫിഡൻസ് നിമിത്തം ശത്രുവിൻ്റെ ആക്രമണത്തെ അവർ അല്ലെങ്കിൽ നേരിടുകയായി. നമ്മൾ ഈ ഭാഗത്ത് നിന്നുകൊണ്ട്, ചരിത്രത്തിൽ നിന്നുകൊണ്ട് ഞാനൊരു ദൂത് നിങ്ങളോട് പറയാം, ഒരു ആത്മീക ദൂത്. ഈ ചരിത്രത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഈ രാജ്യത്തിന് പറ്റിയ പരാജയം, അവരുടെ ചുറ്റുമതിൽ സമ്പൽ സമൃദ്ധിയിൽ അവർ ചിന്തിക്കുമ്പോൾ ഞങ്ങളെ ആർക്കും ഒന്നും തൊടാൻ കഴിയത്തില്ല, ഞങ്ങൾക്ക് സുരക്ഷിതമാണ് എന്ന് ചിന്തിക്കുമ്പോൾ അവർ പോലും അറിയാതെ പ്രതീക്ഷിക്കാത്ത മണ്ഡലത്തിൽ കൂടെ ശത്രു രാജ്യത്തിനകത്തേക്ക് കടന്നു. ഒറ്റ കാര്യമേ ഉണ്ടായുള്ളൂ, ഒരു വഴി.
അവർ യഥാർത്ഥമായ വഴി അവർ സുരക്ഷിതമാക്കി. എന്നാൽ അവർക്ക് ശ്രദ്ധിക്കാത്ത ചില വഴിയിൽ കൂടെ ശത്രു അകത്തോട്ട് കയറിയിട്ട് ഈ രാജ്യത്തെ നശിപ്പടയായി. ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം, നമ്മൾ ചിന്തിക്കുന്ന വഴിയിൽ കൂടിയല്ല പിശാച് അകത്തോട്ട് കയറുന്നത്. നീ പ്രതീക്ഷിക്കാത്ത മണ്ഡലത്തിൽ കൂടി ആയിരിക്കും പിശാച് അകത്തോട്ട് കയറുന്നത്. സ്തോത്രം. നമ്മൾ നിസാരമെന്ന് ചിന്തിക്കുന്ന, സാരമില്ലെന്ന് ചിന്തിക്കുന്ന ചില ഇടുക്കു വഴിയിൽ കൂടെ പിശാച് അകത്ത് കയറുവാൻ സാധ്യതയുണ്ട്. ദൈവമക്കളെ, നമ്മുടെ ആത്മീയ ജീവിതം ഈ പട്ടണവുമായി തുലനം ചെയ്ത് നമ്മൾ പഠിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ സുരക്ഷിതമെന്ന് നമ്മൾ ചിന്തിക്കുന്നു, എല്ലാം ഓക്കെ എന്ന് നമ്മൾ ചിന്തിക്കുന്നു, നമ്മൾ രക്ഷിക്കപ്പെട്ടു, നമ്മൾ സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു, ബന്ധുക്കോ സഭയിൽ ആരാധിക്കുന്നു. അപ്പോൾ തന്നെ മനസ്സിലാക്കണം, എവിടെയെങ്കിലും ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ വിള്ളലുകൾ വീണിട്ടുണ്ടോ എന്ന്. ഹല്ലേലൂയ. ആ ഒറ്റ വിള്ളല് മതി പിശാച് നിന്റെ അകത്തോട്ട് കയറാൻ. Praise God. അതിന് വലിയ കാര്യമെന്ന് വേണ്ട. ഒരുപക്ഷെ നീ പറയുന്ന ഒരു വാക്കായിരിക്കാം, നീ കാണുന്ന ഒരു കാഴ്ചയായിരിക്കാം, നിന്റെ ജീവിതത്തിൽ ഒറ്റ സ്വഭാവമായിരിക്കാം. ആ ഒറ്റ വഴി മതി പിശാചിന് നിന്റെ അകത്തോട്ട് കയറാൻ. അവൻ അകത്ത് കയറിയാൽ ആദ്യം നിന്നെ നശിപ്പിക്കും, അതിനുശേഷം നിന്റെ കുടുംബത്തെ നശിപ്പിക്കും, അതിനുശേഷം അത് ദൈവസഭയെ സ്വാധീനിപ്പാനിടയായി തീരും. ഇന്ന് പകൽക്കാലം ഈ ദൂതിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കണം, എവിടെയെങ്കിലും വിള്ളലുകൾ വീണിട്ടുണ്ടെങ്കിൽ ജാഗ്രതയുള്ളവരായിരിക്കണമെന്ന് ഇന്ന് പകൽക്കാലം ദൈവാത്മാവിൽ ഞാൻ ഈ ദൂതിനോടുള്ള ബന്ധത്തിൽ ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ആത്മീയ ജീവിതം തച്ചുടയാൻ അധിക നിമിഷം വേണ്ട ദൈവമക്കളെ. നമ്മൾ സുരക്ഷിതമെന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ നിൽക്കുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിൽക്കുന്നു എന്ന് ചിന്തിക്കുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവേൻ. ഇന്ന് പകൽക്കാലം ദൈവസഭയോട് എനിക്ക് ദൂത പറയാനുള്ളത്, ആരെങ്കിലും നിൽക്കുന്നു എന്ന് ചിന്തിക്കുന്നെങ്കിൽ ഭയത്തോടെ നാളുകൾ കഴിയണം. അല്ല, കാരണം പിശാച് നിന്നെ ഏത് വിധത്തിലും, ഏത് മണ്ഡലത്തിലാണ് പിശാച് നിന്റെ അകത്തോട്ട് കയറുന്നത്, ഏത് മണ്ഡലത്തിലാണ് പിശാച് നിന്റെ കുടുംബത്തെ നശിപ്പിക്കുന്നത്, ഏത് മണ്ഡലത്തിലാണ് നിന്നെ തലമുറയെ സ്വാധീനിക്കുന്നത് നിനക്ക് പറയാൻ കഴിയത്തില്ല. നീ ചിന്തിക്കുന്ന ഒരു വാക്ക്, നീ പറയുന്ന ഒരു വാക്ക്, നീ കാണുന്ന ഒരു കാഴ്ച, നിന്റെ ജീവിതത്തിന്റെ ഒറ്റ പ്രവൃത്തി മതി പിശാചിന് അകത്ത് കയറാൻ. സ്തോത്രം. ഇതാണ് ഈ സഭയ്ക്ക് അല്ലെങ്കിൽ ഈ പട്ടണത്തിന് ഇവിടെ സംഭവിക്കാനിടയായത്. അതുകൊണ്ട് സ്തോത്രം, നമ്മുടെ ബലഹീനമായ പാതകൾ, ബലഹീനമായ ആവശ്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി ജാഗ്രതയോടെ നിൽക്കണം. പത്രോസ് പറയുന്ന ഒരു ഭാഗമുണ്ട്. സ്തോത്രം. 1 പത്രോസ് 5:8 വാക്യത്തിൽ നിർമ്മതരായിരിപ്പീൻ, ഉണർന്നുകൊള്ളുവീൻ എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഭാഗം ഒന്ന് വായിച്ചേ. സ്തോത്രം. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ മതി. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ അവന് വിഷയമൊന്നുമല്ല, ആരാണെന്ന് വിഷയമൊന്നുമല്ല, ആരെ വിഴുകേണ്ടെന്ന് പറഞ്ഞ് ചുറ്റി നടക്കുക. വിജിലന്റ് ആയിരിക്കണം. ദൈവസഭ വിജിലന്റ് ആയിരിക്കണം. ദൈവ മക്കൾ വിജിലന്റ് ആയിരിക്കണം. ഓരോ കുടുംബങ്ങൾ വിജിലന്റ് ആയിരിക്കണം. ഏത് മണ്ഡലത്തിൽ പിശാച് അകത്ത് കയറാമെന്ന് നോക്കി അല്ലെങ്കിൽ തകർക്കാൻ പതിയിരിക്കുന്ന ഒരു സംഹാരകൻ, ഒരു പിശാച് പുറത്തുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ഇതാണ് ഇതിന്റെ പശ്ചാത്തലം. ഇനി നമ്മൾ സർദീസ് സഭയെ കുറിച്ച് ചിന്തിച്ചേ. ഈ സർദീസ് സഭയെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള സഭകളെ നമ്മൾ പഠിച്ചാൽ അവർക്ക് പുറത്തു നിന്നുള്ള പീഡനമുണ്ടായിരുന്നു, ദുരുപദേശത്തിന്റെ എതിർപ്പുകൾ ഉണ്ടായിരുന്നു, പലവിധമായ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചു. പക്ഷേ ഈ സഭയെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് സഭയ്ക്ക് പുറത്തൊന്നൊരു പീഡനമില്ല, ദുരുപദേശത്തിന്റെ എതിർപ്പില്ല, എല്ലാം ഓക്കെ ആയിരിക്കുമ്പോഴാ. സ്തോത്രം. ഹല്ലേലൂയ. അതിന് കാരണം മറ്റൊന്നുമല്ല, ഇവിടെ പറഞ്ഞിരിക്കുന്ന സഭയുടെ തുടക്കമാ. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വാക്യം വായിച്ചേ. ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രമുള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട് എങ്കിലും നീ മരിച്ചവനാ. ശ്രദ്ധിച്ചേ. എന്തുകൊണ്ടാണ് സഭയ്ക്ക് എതിർപ്പില്ലാത്തത്? എന്തുകൊണ്ടാണ് സഭയ്ക്ക് പോരാട്ടമില്ലാത്തത്? എന്തുകൊണ്ടാണ് സഭയ്ക്ക് ശത്രു ലക്ഷ്യമിടാത്തത്? മറ്റൊന്നുമല്ല, മരിച്ചുപോയി. മരിച്ചവനെ ആർക്ക് വേണം? ചത്തവനെ പിശാച് വേണേട്ടാ. പിശാച് ലക്ഷ്യമിടുന്നത് ജീവനുള്ളവനെയാ. ഹല്ലേലൂയ. നീ മരിച്ചവനാണെങ്കിൽ നിന്നെ പിശാച് തുറത്തില്ലെന്നേ. നിന്നെ പിശാച് ലക്ഷ്യം വെക്കുന്ന ആരാധിക്കുന്നവരെ ഇന്ന് കർത്താവിന്റെ ദാസനോട് ഓർപ്പിച്ചു. മുന്നിൽ നിൽക്കുന്നവരെയാ, ആരാധിക്കുന്നവരെയാ, പ്രാർത്ഥിക്കുന്നവരെയാ പിശാച് ടാർഗറ്റ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ചത്തവനെ പിശാചിന് ആവശ്യമില്ല. ഇവിടെ ചത്ത സഭയായതുകൊണ്ട് പറയുക, അവന് പോരാട്ടമില്ലായിരുന്നു, അവന് ദുരുപദേശത്തിന് എതിർപ്പില്ലായിരുന്നു, പുറത്തുനിന്നുള്ള പ്രതികൂലം അവരില്ലായിരുന്നു. സ്തോത്രം. പിന്നെ എന്താണ് ഇവിടുത്തെ പരാജയം? എന്താണ് സഭയിൽ കർത്താവ് നോക്കുമ്പോൾ കാണുന്നത്? വേഗത്തിൽ മുന്നോട്ട് പോകും. ഈ സഭയെ സംബന്ധിച്ചോളം നമുക്കറിയാം, ഇതിന്റെ തുടക്കം മറ്റുള്ള സഭകളെ പോലെ തന്നെ, സ്തോത്രം, സ്മുർന, പെർഗമസ്, തിയത്തീര എന്നീ സഭകളെ പോലെ തന്നെ സർദീസ് സഭയുടെ ആരംഭം ഒരുപക്ഷെ പൗലോസ് തന്നെ ആയിരിക്കുമെന്ന് അനുമാനിക്കപ്പെടുന്നുണ്ട്. സ്തോത്രം. ഇനി ശ്രദ്ധിച്ചേ. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സ്തോത്രം, നമ്മൾ
അപ്രിസിയേഷൻ ഓഫ് അല്ലെങ്കിൽ ഓക്കെ അപ്പിയറൻസ് ഓഫ് ജീസസ്, യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചു, ഓരോ സഭയ്ക്കും കർത്താവ് വെളിപ്പെട്ട് വരുന്നത് ആ സഭയുടെ നിലവാരം അനുസരിച്ച. ഇവിടെ എങ്ങനെ ദൈവം വെളിപ്പെട്ട് വന്നിരിക്കുന്നത്? ദൈവത്തിന്റെ 7 ആത്മാവും, ദൈവത്തിന്റെ 7 ആത്മാവ് ഉള്ളവൻ എന്ന് പറഞ്ഞിരുന്നത്. ദൈവത്തിന്റെ 7 ആത്മാവ്. എന്താണ് ഈ 7ന്റെ പ്രത്യേകത? യെസ് അത് തന്നെയാ. ഏതാണ്ട് സ്തോത്രം ഈ വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ ഏതാണ്ട് 54 പ്രാവശ്യം 7 എന്ന് പറയുന്ന പദമുണ്ട്. തിരുവചനം നമ്മൾ പഠിച്ചാൽ ഏതാണ്ട് 600-700 പ്രാവശ്യം 7 എന്ന് പറയുന്ന നമ്പർ വന്നത്. 7 എന്ന് പറയുന്നത് സ്തോത്രം പൂർണ്ണതയാ. ഇത് 7 is the symbol of completeness of perfection. ഹല്ലേലൂയ. എന്തുകൊണ്ടാ കർത്താവ് ഈ 7 ആത്മാവുള്ളവൻ എന്ന് പറഞ്ഞുകൊണ്ട് വെളിപ്പെടുന്നു ചോദിച്ചാൽ, കർത്താവ് സഭയെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. പൂർണ്ണതയാ കർത്താവ് ആഗ്രഹിക്കുന്നേ, പെർഫെക്ഷനാ കർത്താവ് ആഗ്രഹിക്കുന്നേ. അല്ലേ കർത്താവ് വരുന്നത് സ്തോത്രം ആ പൂർണ്ണതയുള്ള സഭയെ ചേർക്കാനല്ല, കർത്താവ് വരുന്നത് പൂർണ്ണതയുള്ള സഭയെ ചേർക്കാനാ. അതുകൊണ്ട് ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ദൈവത്താൽ വേർതിരിക്കപ്പെട്ട സഭ പൂർണ്ണതയുള്ളതായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഇതിനകത്ത് ദൈവഗതമല്ലാത്ത പ്രവർത്തികൾ ചെയ്യുന്നവരെ ദൈവത്തിന് വേണ്ട. സ്തോത്രം. ദൈവത്തിന് വിപരീതമായി ദൈവത്തിന്റെ സന്നിധി നീ പൂർണ്ണനല്ലെങ്കിൽ എന്റെ കർത്താവിന് വേണ്ട. കർത്താവ് നോക്കുന്നത് പൂർണ്ണതയുള്ളവരെയാ. സ്തോത്രം. സഭയ്ക്ക് വേണ്ടി വെളിപ്പെടുമ്പോൾ സഭയോട് കർത്താവ് പറയുന്നത് പൂർണ്ണതയുള്ളൊരു ദൈവം അരുളി ചെയ്യുക. കാരണം ദൈവം പ്രതീക്ഷിക്കുന്നത് അത് തന്നെയാണ്. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ പറയട്ടെ, സ്തോത്രം, ഏത് അപൂർണതയ്ക്കും ഏത് കാര്യത്തിനും താങ്കൾ കൊടുക്കുന്ന കാലഘട്ടത്തിലേക്ക് സഭ മാറിയിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ദൈവാത്മാവിനെ വിളിച്ച് പറയുന്നു, നമുക്ക് അങ്ങനെ ഒരു കൂട്ടം വേണ്ടാന്നേ. കർത്താവ് ശുദ്ധവും ശുഭ്രവുമായ സഭയെ ചേർക്കാനാണ് വെളിപ്പെട്ട് വരുന്നെങ്കിൽ നമ്മുടെ സഭയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് അത് തന്നെയാ. ഞാൻ അത് തന്നെയാ പ്രസംഗിക്കുന്നത്. സ്തോത്രം. എന്റെ ആഗ്രഹവും ഇത് തന്നെയാ. നമ്മുടെ കൂട്ടായ്മ കർത്താവിന്റെ ദാസോർപ്പിച്ചല്ലേ, ആളിന്റെ പെരുപ്പമല്ല, കുറച്ചു പേരെ ഉള്ളെങ്കിലും വിശുദ്ധിയോടെ നിലകൊണ്ട് വേർപാടോട് നിലകൊണ്ട് ദൈവസന്നിധിയിൽ നേരുള്ളവരായി ജീവിക്കണമെന്ന് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാത്തിനെയും കൂട്ടിച്ചേർത്ത് കർത്താവ് ഇതിനെ വേർതിരിക്കുന്ന നാളുണ്ട്. സ്തോത്രം. കൂട്ടിച്ചേർത്ത് പോകാനല്ല, അഴുക്കുള്ളവൻ പുറത്തു പോകണം. അഴുക്കുള്ളവൻ പുറത്തു പോകണം. കാരണം അതാ ദൈവം ആഗ്രഹിക്കുന്നത്. സഭയെക്കുറിച്ച് ദൈവത്തിന്റെ ആഗ്രഹം അതാ. സ്തോത്രം. ഞാൻ അതിലേക്ക് വരാം, വേഗത്തിൽ മുന്നോട്ട് പോകുക. ഇവിടെ പറയുന്നു 7 എന്ന പൂർണ്ണത. എന്നിട്ട് പറയാ 7 ആത്മാവുള്ളവൻ. 7 ആത്മാവുള്ളവൻ. ഇന്ന് അതൊരു ഒരു കോൺട്രഡിക്ഷൻ തോന്നി. എന്താണ് 7 ആത്മാവുള്ളവൻ? നമുക്ക് ഒറ്റ ആത്മാവേ ഉള്ളൂ, പരിശുദ്ധാത്മാവ്. പക്ഷേ കർത്താവായ യേശു ക്രിസ്തുവിൽ 7 ആത്മാവ് നിറഞ്ഞവനാണ് യേശു. ഞാൻ ഉദാഹരണം പറയാം. സ്തോത്രം. വായിച്ചേ, യെശയ്യാപ്രവചനത്തിലേക്ക് വന്നാൽ ഈ 7 ആത്മാവിനെ, ക്രിസ്തുവിൽ ആവസിച്ച 7 ആത്മാവിനെ നമുക്ക് കാണാൻ കഴിയും. 1:11-1:2. എന്നാൽ ഇശായിയുടെ കുറ്റിയിൽ നിന്നൊരു മുള പൊട്ടി പുറപ്പെടും. ആരാത്? ആരാ? യേശു. ഓക്കെ. അവന്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും. അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. അവന്റെ മേൽ ഒന്നാമത് സ്തോത്രം, the spirit of the Lord, ദൈവത്തിന്റെ ആത്മാവ്. നമ്പർ 2, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, the spirit of wisdom, the spirit of understanding, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, spirit of counsel and the spirit of strength, പരിജ്ഞാനത്തിന്റെയും യഹോവഭക്തിയുടെ ആത്മാവ്. കണ്ടോ, the 7 spirit. There we see the 7 spirit. കർത്താവിൽ കുടികൊള്ളുന്ന കർത്താവിലുള്ള 7 ആത്മാവ്. ഈ ആത്മാവ് അങ്ങനെയെങ്കിൽ എന്റെ കർത്താവ് പൂർണ്ണനാ. എന്റെ കർത്താവ് പൂർണ്ണനാ. ആ പൂർണ്ണതയുള്ള കർത്താവ് സഭയ്ക്കകത്തോട് ഊതു പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? പ്രൈസ് ഗോഡ്. ഇവിടെ പറഞ്ഞിരിക്കുന്നു 7 ആത്മാവുള്ളവൻ. സ്തോത്രം. എന്നിട്ട് പറയാ 7, ഞാൻ സമയമില്ലാത്തപ്പോൾ പെട്ടെന്ന് പോവുക, വളരെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. എന്നിട്ട് പറയാ 7 നക്ഷത്രം. എന്താ 7 നക്ഷത്രം? നക്ഷത്രത്തിന്റെ പ്രത്യേകത, കർത്താവ് യോഹന്നാൻ ക്രിസ്തുവിനെ അതിന്റെ 1-ാം അധ്യായത്തിൽ ദർശിക്കുന്നത് തന്നെ 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചിരിക്കുന്നവനെന്നാണ്. നക്ഷത്രം എന്നത് നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, തേജസ്സും തിളക്കവും അതിൻ്റെ മഹത്വവും ഒക്കെ പ്രദർശിപ്പിക്കുന്നത് പോലെ തന്നെ ക്രിസ്തു തൻ്റെ സ്വഭാവ വിശേഷതകളായ സമ്പൂർണതയും തേജസ്സും തൻ്റെ തിളക്കമാർന്ന വ്യക്തിത്വം ഒക്കെ വെളിപ്പെടുത്തുന്നതിനെ കാണിക്കുന്നതായി ഈ നക്ഷത്രം. മനസ്സിലായോ? ഞാൻ അത്രയും പറഞ്ഞ് അവിടെ വിടുക. സ്തോത്രം. അപ്പോൾ ക്രിസ്തു സഭയെ നോക്കി അവിടെ ഒന്നാമത് മനസ്സിലാക്കണം, പൂർണ്ണനായ ദൈവം ഈ അപൂർണമായ സഭയെ നോക്കി ദൂത് പറയാ.
ഇനി എന്താ ദൂതിലേക്ക് വരാം. അടുത്തത് കമൻറ്റേഷൻ. എന്താണ് സഭയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ അഭിപ്രായം? നമുക്ക് രണ്ട് കാര്യങ്ങൾ, കമൻറ്റേഷൻ ആൻഡ് അക്യൂസേഷൻ. അതെല്ലാ സഭകളിലും നമ്മൾ ചിന്തിച്ചു വരുന്ന കാര്യമാണ്. എന്താണ് കമൻറ്റേഷൻ? ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. അവിടെ നിൽക്കട്ടെ. നമുക്കറിയാം ബാക്കി എല്ലാ സഭകളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചപ്പോൾ എല്ലാ സഭയ്ക്കും കർത്താവ് അഭിനന്ദിക്കാൻ ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു, അല്ലേ? ഉണ്ടായിരുന്നോ? എല്ലാ സഭകളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ചില നല്ല കാര്യങ്ങൾ, കുറവുകൾ ഉണ്ടായിരുന്നുവെങ്കിലും നല്ലതിനെ കർത്താവ് മറന്നില്ല. പോരായ്മകൾ ഉണ്ടെങ്കിലും കർത്താവ് നിന്റെ നന്മയെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അല്ല, സ്തോത്രം. നമ്മുടെ പോരായ്മകളെ മാത്രം നോക്കി കണക്കിട്ടിരുന്നെങ്കിൽ നമ്മൾ ആരും ഇതിനകത്ത് ഇരിക്കത്തില്ലായിരുന്നു. പിന്നെയോ ആ പോരായ്മയുടെ മധ്യത്തിലും നമ്മുടെ ചില നല്ല കാര്യങ്ങളെ കാണുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഇവിടെ ഈ സഭയെ നോക്കി നമുക്കറിയാം, എഫെസസ് സഭയെ നോക്കി കർത്താവ് പറഞ്ഞ് അഭിനന്ദിച്ച കാര്യമുണ്ട്. നിന്റെ പ്രവൃത്തി, നിന്റെ പ്രയത്നം, സഹിഷ്ണുത, എന്റെ നാമനിമിത്തം സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. സ്മുർനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. നിന്റെ കഷ്ടത, ദാരിദ്ര്യം, മറ്റുള്ളവരാൽ നീ അനുഭവിക്കുന്ന ദൂഷണം, നിന്ന, ഇത് ഞാൻ അറിയുന്നു. പെർഗമസഭയെ കുറിച്ച് പറഞ്ഞു, നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു, എങ്കിലുള്ള വിശ്വാസം നീ എന്ത് ചെയ്തില്ല, നിഷേധിച്ചിട്ടില്ല. തുയത്തിനെ കുറിച്ച് ചിന്തിച്ചു. നിന്റെ സ്നേഹം, നിന്റെ വിശ്വാസം, നിന്റെ ശുശ്രൂഷ, സഹിഷ്ണുത എന്നിവ ഞാൻ അറിയുന്നു. നോക്കിക്കേ. എന്നാൽ സർദീസ് സഭയെ കുറിച്ച് ചിന്തിച്ചപ്പോ ഒന്നുമില്ല. മനസ്സിലായോ? ഈ സഭയെ കുറിച്ച് കർത്താവിന് അഭിനന്ദിക്കാൻ, ഒരു ഗുണം പറയാൻ ഒന്നുമില്ല. ഇതുപോലൊരു സഭയുണ്ട്, മറ്റൊന്നും കൂടെ ഉണ്ട്, ലുവദിക്ക സഭ. ഒരു ഗുണം പറയാനില്ല. സ്തോത്രം. എന്നിട്ട് സഭയ്ക്ക് കർത്താവ് അടുത്ത അക്യൂസേഷനിലേക്ക് പോകുക. എന്നിട്ട് പറയുന്നു, ഒന്നാമത്തെ കാര്യം പറയുന്നു, എന്താ പറഞ്ഞിരിക്കുന്നത്? ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഹല്ലേലൂയ. ഞാൻ എല്ലാ ആഴ്ചയിലും ഓർപ്പിക്കാറുള്ള കാര്യമാണ്. ഇവിടെ ശ്രദ്ധിച്ചേ. സ്തോത്രം. സകല ഹൃദയങ്ങളെയും ശോധന ചെയ്യുന്ന ദൈവം സർദീസ് സഭയുടെ നടുവിലൂടെ ഉലാവിയിട്ട് അതിൻ്റെ മധ്യത്തിലൂടെ നടന്നിട്ട് സഭയുടെ അന്തരീക്ഷം സുസൂക്ഷ്മം പരിശോധിച്ചതിന് ശേഷം അവരോട് പറയുക, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചേ. ഇവിടെ സ്തോത്രം മറ്റ് സഭകളോടും ഇതേ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു എന്ന് പറഞ്ഞിട്ട് അവരുടെ നന്മവശങ്ങളെ കർത്താവ് എടുത്തു പറയുന്നത്. ഇവിടെ അവരുടെ ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു എന്ന് പറഞ്ഞിട്ട് അവരുടെ നന്മവശങ്ങളെ കുറിച്ചല്ല കർത്താവ് പറയുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ ഒരു കാര്യമുണ്ട്. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു എന്ന് പറയുന്നതിന് രണ്ട് സെൻസ് ഉണ്ട്. ഒന്ന്, ഒരു പോസിറ്റീവ് കൊനോട്ടേഷൻ ഉണ്ട്, ഒരു നെഗറ്റീവ് കൊനോട്ടേഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് വേ ഉണ്ട്, ഒരു നെഗറ്റീവ് വേ ഉണ്ട്. ആദ്യത്തെ ഭാഗങ്ങളിലെല്ലാം കർത്താവ് ഞാൻ നിന്റെ പ്രവൃത്തിയെ അറിയുന്നു എന്ന് പറയുന്നത് അവരുടെ നല്ല പ്രവൃത്തികളെ അറിഞ്ഞിട്ട് കർത്താവ് പറയുക. ഇവിടെ കർത്താവ് പറയുന്നത് ഞാൻ അവൻ്റെ നെഗറ്റീവ് മണ്ഡലങ്ങളെയാണ് കർത്താവ് കാണുന്നത്. സ്തോത്രം. ശ്രദ്ധിച്ചേ. Hallelujah. I know your deed that indicate that God is watching and God is ശ്രദ്ധിച്ചേ. ഇവിടെ നമ്മൾ നമ്മുടെ നല്ല പ്രവൃത്തിയെ അറിയുന്നു എന്ന് പറയുമ്പോൾ കർത്താവ് നമ്മുടെ പ്രവൃത്തി മാത്രമല്ല അറിയുന്നത്, നമ്മുടെ പ്രവൃത്തിയുടെ പിന്നിലെ ഇൻറ്റൻഷൻ പോലും അറിയുന്നു. നമ്മുടെ പ്രവൃത്തിയുടെ ഇൻറ്റൻഷൻ പോലും അറിയുന്നു. നമ്മളെ ഈ പ്രവൃത്തിക്ക് രണ്ട് വശമുണ്ട്. ഈ കോയിൻ, നമ്മുടെ ഒരു കോയിൻ എടുത്താൽ രണ്ട് വശമല്ലേ എന്ന് പറയുന്നത്, ഒരു രണ്ട് വശമുണ്ട്. ഞാൻ ഒന്ന് പറയാം. നമ്മൾ ഈ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും ഓക്കെ, ഒന്നാമത്തെ തലം 10 പേരറിയണമെന്ന് പറയുന്ന ചില പ്രവൃത്തി അല്ലേ. നമ്മുടെ വീട്ടിൽ നല്ലൊരു വടയുണ്ടാക്കിയാൽ ചുറ്റുപാടെല്ലാം അറിയണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. അപ്പോൾ അറിയത്തില്ലേ? ഓ ഇല്ലേ, അങ്ങനെ അറിയും. അറിയാമല്ലോ. അപ്പോൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ഏത് കാര്യം നാട്ടുകാർ മുഴുവനും അറിയണമെന്നാ നമ്മുടെ ആഗ്രഹം. നമ്മുടെ വീട്ടിലെ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സീക്രട്ട് ലൈഫ് പോലും നാട്ടുകാർ മൊത്തം അറിഞ്ഞോട്ടെന്നാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്. കാരണം അങ്ങ് പബ്ലിഷ് ചെയ്യാം, 4 പേരെ അറിയണം, 10 പേരെ അറിയണം. അത് പോസിറ്റീവിൽ എല്ലാവരും അറിയണം. അതേ സൈഡിൽ ആരും അറിയരുതെന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്ന പ്രവൃത്തിയുണ്ട്. ഭാര്യ അറിയരുത്, ഭർത്താവ് അറിയരുത്, അമ്മയപ്പന്മാരറിയരുത്. വളരെ സീക്രട്ടായിട്ട് ആരും അറിയാതെ ചെയ്യാൻ ശ്രമിക്കുന്ന പ്രവൃത്തി. മനസ്സിലായോ? ഒന്ന് 10 പേര് അറിയണമെന്ന് ആഗ്രഹിക്കുന്നവര്, മറുവശം ആരും അറിയരുത്. ഇപ്പം ഇത് രണ്ടും അറിയുന്നവരുവരാ നമ്മുടെ ദൈവം. നീ ആരും അറിയരുതെന്ന് പറയുന്നതും എല്ലാവരും അറിയണമെന്ന് പറയുന്നതും നന്നായി അറിയുന്ന ദൈവമാണ് ദൈവം. ഇവിടെ കർത്താവ് പറഞ്ഞു,
നിന്റെ പ്രവൃത്തി ഞാൻ അറിയുന്നു. ഇവിടുത്തെ പ്രവൃത്തിയുടെ പ്രശ്നം എന്താ? അതിന്റെ രണ്ടാം വാക്യം, 2-ന്റെ B പാർട്ട്, രണ്ടാം ഭാഗ്യം പറയുന്നുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഞാൻ നിന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ഇവിടെയാണ് പ്രവൃത്തിയുടെ പ്രശ്നം. ഇവിടെ പറയുക, അവരുടെ പ്രവൃത്തി ദൈവസന്നിധി എന്തില്ല? പൂർണ്ണതയുള്ളതായി കണ്ടില്ല. അതിന്റെ അർത്ഥം അവർ പ്രവർത്തിച്ചില്ല എന്നല്ല, അവർ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഞാൻ നമ്മുടെ ആത്മീയ ഭാഷയിലേക്ക് വരാം. ആരാധിച്ചില്ല എന്നല്ല അതിൻ്റെ അർത്ഥം, നീ ഉപവസിച്ചില്ല എന്നല്ല അതിൻ്റെ അർത്ഥം, പ്രാർത്ഥിച്ചില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ നിന്റെ പ്രാർത്ഥന ദൈവസന്നിധി പൂർണ്ണതയുള്ളതായി കണ്ടില്ല. അതിന് റീസൺ പുറകിലുണ്ട്. ആരാധിക്കുന്നുണ്ട്, കൈയടിക്കുന്നുണ്ട്, പക്ഷേ ദൈവസന്നിധി പൂർണ്ണതയുണ്ടോ? കായീന്റെ യാഗം കഴിച്ചതുപോലെ അവൻ്റെ യാഗത്തിൽ ഞാൻ പ്രസാദിച്ചില്ല എന്ന് പറഞ്ഞതുപോലെയാ ഇന്ന് പലപ്പോഴും നമ്മുടെ പല കാര്യങ്ങളിലും കർത്താവ് പൂർണ്ണതയുള്ളതായി കാണുന്നുണ്ടോ എന്ന് സ്വയം പരിശോധിക്കണം. നമ്മുടെ ആരാധന പൂർണ്ണതയുള്ളതാണോ? ഇവിടെ പറഞ്ഞിരിക്കുന്നു, സ്തോത്രം, ഈ സഭയെ സംബന്ധിച്ചിടത്തോളം ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ ഇവരുടെ ആരാധനയുണ്ടായിരുന്നു, സൽപ്രവർത്തികൾ ഉണ്ടായിരുന്നു. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ ഇവർ തികഞ്ഞ ആത്മീകരായിരുന്നു. ശ്രദ്ധിക്കണം, സർദീസ് സഭയുടെ വിശ്വാസികളുടെ കാര്യമായി പറയുന്നേ. മറ്റുള്ളവർ നോക്കുമ്പോൾ, കാരണം അതിന്റെ പറയാൻ കാരണം ജീവനുള്ളവനെന്ന് പേരുണ്ട്. അപ്പോൾ മറ്റുള്ളവന്റെ കാഴ്ചപ്പാട് ഇവൻ ആരാ? ആത്മീകനാ, വിശുദ്ധരാ, അന്യഭാഷ പറയുന്നവരാ. പക്ഷേ പ്രശ്നം ദൈവസന്നിധിയിൽ അവന്റെ പ്രവൃത്തി പൂർണ്ണതയല്ല. സ്തോത്രം, ദൈവസന്നിധി പൂർണ്ണത. അപ്പോൾ ഇവിടെ സ്തോത്രം, കർത്താവ് നോക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവർ നോക്കുമ്പോൾ അഭിമാനിക്കത്തക്കവണ്ണം ഒത്തിരി കാര്യങ്ങൾ നമ്മളെ കുറിച്ച് വലുതായി പറയുന്നത്. ഞാനിവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ പറയും, ബിസിനസ് പാസ്റ്റർ, അല്ലെങ്കിൽ ഇവിടെ വർഷിപ്പ് ലീഡ് ചെയ്യുന്നു, ഇന്ന ആള്, അല്ലെങ്കിൽ സ്തോത്രം വേറൊരു സഹോദരൻ, ഇന്ന ആള്, ഇതൊക്കെ പറയാൻ കാണും. പക്ഷേ തൂക്കി നോക്കുന്നൊരു ദൈവമുണ്ട്, അളന്ന് നോക്കുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ അവൻ നോക്കുമ്പോൾ, അതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സ്തോത്രം ഞാൻ പറഞ്ഞല്ലോ, ഹല്ലേലൂയ, അഭിമാനിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്, സഭാ അംഗങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊന്നുമല്ല എൻ്റെ കർത്താവ് നോക്കുന്നത്. സ്തോത്രം, മാനുഷിക ദൃഷ്ടിയിൽ പുറമേ നോക്കുമ്പോൾ, മാനുഷിക ദൃഷ്ടിയിൽ മാതൃക സഭ എന്നൊക്കെ പലരും പറഞ്ഞെന്നിരിക്കും, മാതൃക ജീവിതമൊക്കെ പറഞ്ഞെന്നിരിക്കും, നല്ല വിശുദ്ധനാണെന്നൊക്കെ പറഞ്ഞെന്നിരിക്കും. പക്ഷേ സ്തോത്രം, ഹല്ലേലൂയ, അഭിനയ പ്രകടനം നടക്കാത്ത ഒറ്റ സ്ഥലമേ ഉള്ള ദൈവസന്നിധിയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഭയത്തോടെ ആ ദൈവസന്നിധി നമ്മൾ ആയിരിക്കേണ്ടത്. ആമേൻ. അപ്പോൾ ദൈവദൃഷ്ടിയിൽ അവരുടെ ജീവിതവും പ്രവൃത്തിയും പൂർണ്ണതയുള്ളതായി കണ്ടില്ല. അവരെ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചതുപോലെ അവരെ തുലാസിൽ തൂക്കി നോക്കുമ്പോൾ കുറവുള്ളവനായി കാണാനിടയായി, പൂർണ്ണതയുള്ളതായില്ല. അപ്പോൾ അവരുടെ പ്രവൃത്തിയുടെ ഒന്നാമത്തെ പ്രശ്നം എന്താണ്? പൂർണ്ണതയില്ല. സ്തോത്രം, പ്രവൃത്തി ചെയ്തു, ഇല്ലാഞ്ഞിട്ടല്ല, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധിക്കുന്നു ഉണ്ട്, സഭ വരുന്നു ഉണ്ട്. പക്ഷേ ജീവിതം കർത്താവ് തുലാസിൽ നോക്കിയാൽ ഹല്ലേലൂയ, കുറവുള്ളതായിരിക്കുമോ പൂർണ്ണതയുള്ളതായിരിക്കുമോ എന്നാ ചോദിക്കുന്നത്. അപ്പോൾ പ്രവൃത്തിയുടെ ഒന്നാമത്തെ പ്രശ്നം, ആ പ്രവൃത്തി എന്ത് ചെയ്തില്ല? പൂർണ്ണതയുള്ളതായി കണ്ടില്ല. രണ്ടാമത്തെ കാര്യം, യു ഹാവ് എ നെയിം. ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ട് എങ്കിലും നീ മരിച്ചവനാകുന്നു. മതി, ജീവനുള്ളവന് പേര് ഉണ്ട് എങ്കിലും മരിച്ചവനാകുന്നു. എന്താ പേര്? ചിലർക്ക് പേര് മതി, പേര് അല്ലേ. ഞാനാരാ? സെൻട്രൽ പാസ്റ്റർ. ഞാനാരാ? പോസ്റ്റ് സഭയുടെ പാസ്റ്റർ. ഞാനാരാ? ഇന്നാള്. പേര്. എൻ്റെ കർത്താവിന് എൻ്റെ പേരല്ല വേണമെന്നേ. സ്തോത്രം, ഹല്ലേലൂയ. പേരുണ്ട്, ജീവനുള്ളത് പേരുണ്ട്. പക്ഷെ കർത്താവ് നോക്കുമ്പോൾ നീ ആരാ? അവിടെ പറഞ്ഞിരിക്കുന്നു, സ്തോത്രം, കർത്താവ് സഭയുടെ ആന്തരികമായ അവസ്ഥയെ ശോധന ചെയ്തിട്ട് സഭയുടെ യഥാർത്ഥമായ അവസ്ഥയെ, ഹല്ലേലൂയ, ഉൾപ്പുകളെയും ഹൃദയങ്ങളെയും നന്നായി അറിയുന്ന ദൈവം ഹൃദയത്തിന്റെ അന്തർഭാഗത്തേക്ക് നോക്കിയിട്ട് പറയുക, ഹല്ലേലൂയ, പേരുണ്ട്, ജീവനുണ്ട്. സ്തോത്രം പറഞ്ഞിരിക്കുന്നു, ഹല്ലേലൂയ. മനുഷ്യ ദൃഷ്ടിയിൽ പറയാൻ മടിക്കുന്ന പല കാര്യവും കർത്താവ് മുഖത്തു നോക്കി പറയാം. ഇന്നത്തെ കാലത്ത് ഇതുപോലൊന്നും പറയാൻ പറ്റത്തില്ല കർത്താവിന്, ആർക്കും ഇതുപോലെ പ്രസംഗിക്കാനും പറ്റത്തില്ല. സ്തോത്രം. പക്ഷെ കർത്താവ് സഭയുടെ മഹിമയും, സർദീസ് പട്ടണമാണ്, സർദീസ് സഭയാണ്, സമ്പൽ സമർത്ഥമുള്ള സഭയാണെന്നൊന്നും കർത്താവ് നോക്കിയില്ല, മുഖത്ത് നോക്കി പറയാണ്, നിനക്ക് പേരുണ്ട്, പക്ഷെ നീ മരിച്ചവനാ. സ്തോത്രം,
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞിരിക്കുന്നു ജീവനുള്ളെന്ന് പേരുണ്ട്. എന്നാൽ മനുഷ്യന്റെ ഔട്ട്വേർഡ് എന്താ? ഈ സ്തോത്രം, മനുഷ്യന്റെ ഔട്ട്വേർഡ് അപ്പിയറൻസ് നോക്കിയല്ല കർത്താവ് വിലയിരുത്തുന്നേ. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ പേരെന്തുവാ? ജീവനുണ്ട്. ജീവനുണ്ടെന്ന് പേരുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മളെല്ലാത്തിലും മുന്നിലുണ്ട്. എല്ലാത്തിലും മുന്നിലുണ്ട്, ഒന്നിനും നമ്മൾ പുറകോട്ടല്ല. പക്ഷെ കർത്താവിൻ്റെ ദൃഷ്ടിയിൽ ജീവനില്ല. സ്തോത്രം. സ്വയമായി ഒന്ന് പരിശോധിക്കണം. സഭയ്ക്ക് പേരും പ്രസിദ്ധിയുമുണ്ട്. കർത്താവിൻ്റെ കാഴ്ചപ്പാടിൽ സഭ മരിച്ചവനായിരുന്നു. ഹല്ലേലൂയ. ജീവൻ പോയാലുണ്ടല്ലോ ഭയങ്കര ശോചനീയമാണ്. പിന്നെയും കാരണം ഈ ജീവൻ പോയാൽ മുന്നിൽ കാര്യങ്ങൾ നടക്കും, പക്ഷെ മനസാക്ഷി കുത്തത്തില്ല. മനസാക്ഷിക്ക് തഴമ്പിച്ചു പോകും. സ്തോത്രം. അതാ ഈ എഫേസ്യ ലേഖനത്തിൽ കർത്താവ് തന്നെ പറഞ്ഞത് ജീവൻ പോയാലുള്ള അവസ്ഥ. അതിൻ്റെ 4-ാം അധ്യായം 18-19 വാക്യം ഒന്ന് വായിച്ചേ. ജീവൻ നഷ്ടപ്പെട്ടു പോയുള്ള പ്രശ്നം അവിടെ അറിയാം. അവർ അന്ധബുദ്ധികളായി, എന്ന് ശ്രദ്ധിച്ചു കേൾക്കണേ. അവർ അന്ധബുദ്ധികളായി അജ്ഞാനം നിമിത്തം, ഹൃദയകാഠിന്യം നിമിത്തം തന്നെ ദൈവത്തിന്റെ ജീവനിൽ നിന്നും അകന്ന് ജീവനില്ലാത്തവരായി മാറിയിട്ട് മനം തഴമ്പിച്ചു പോയവരാകയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. എന്തിനാ? സകല അശുദ്ധിക്കും സകല ദുഷ്കാമത്തിനും. കാരണം എന്താ? മനസാക്ഷി പറഞ്ഞേ, മനസാക്ഷി തഴമ്പിച്ചു. പിന്നെ പാട്ടുപാടിയാലും മനസാക്ഷി കുത്തത്തില്ല, അന്യഭാഷ പറഞ്ഞാലും മനസാക്ഷി കുത്തത്തില്ല, ആരാധിച്ചാലും മനസാക്ഷി കുത്തത്തില്ല. കാരണം നിന്റെ ജീവൻ നഷ്ടപ്പെട്ടിട്ട് നിന്നെ ദുഷ്കാമത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. സ്തോത്രം, ഹല്ലേലൂയ. ദൈവസഭ മനസ്സിലാക്കണം, ജീവൻ പോകരുത്, ജീവൻ പോകരുത്. ഇവിടെ പറഞ്ഞിരിക്കുന്നു ജീവൻ പോയാൽ കർത്താവിൻ്റെ കാഴ്ചപ്പാടിൽ ഈ സഭ ഇപ്പോൾ എന്തിരിക്കുക? മരിച്ചുകൊണ്ടിരിക്കുക. ഈ അവസ്ഥയെ കണ്ടുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തു തന്നെ ഉമയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സ്തോത്രം മത്തായിയുടെ സുവിശേഷം 23-27 വാക്യം, വെള്ള തേച്ച ശവക്കല്ലറകളെ എന്ന് കർത്താവ് വിളിച്ചു. എന്താ കാരണം? ഉദാഹരണം എന്താ? ഇതേ നിലയാ. കാരണം പുറമേ എന്താ? പുറമേ അഴക്, ശോഭിക്കുക, കണ്ടാൽ മാന്യത, നല്ല വെൽ ഡ്രസ്സ്, സൂട്ടും കോട്ടും എല്ലാം ഉണ്ട്, വെൽ ഡൺ. പക്ഷേ അകത്ത് ചത്തവരുടെ അവസ്ഥയാ. അയ്യോ മക്കളെ, മനസ്സിലാക്കണം. ഇന്ന് പകൽക്കാലം കർത്താവ് നോക്കുന്നത് നമ്മുടെ അകമാ. ഹല്ലേലൂയ. ഇന്ന് നോക്കുമ്പോൾ ജീവനുള്ള പേര് നിനക്കുണ്ടാകുമോ? സ്തോത്രം. ഇവിടെ പറഞ്ഞിരിക്കുന്നു ജീവനുള്ള പേര് നിനക്കുണ്ട്, പക്ഷെ മരിച്ച അകത്ത്. അത് തന്നെയാ മറ്റൊരു അങ്ങനെ ഉള്ളവരെ സംബന്ധിച്ചോളം എന്താ എന്നറിയാമോ? അവർ അധരം കൊണ്ട് തന്നെ സ്തുതിക്കുന്നു. അതാ 15-8 വാക്യം പറഞ്ഞിരിക്കുന്നത്. മത്തായി സുവിശേഷം, അവർ അധരം കൊണ്ട് എന്നെ സ്തുതിക്കുന്നുവെങ്കിലും ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു. ഈ സ്പിരിച്വൽ ഡെത്ത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല. ഇന്ന് പെട്ടെന്ന് ഒരുവൻ ആത്മീകമായി മരിക്കത്തില്ല കേട്ടോ. ഇപ്പം മരണം ഹാർട്ട് അറ്റാക്കൊക്കെ വന്ന് ഒരു നിമിഷം കൊണ്ടൊക്കെ പോവും. പക്ഷേ ആത്മീക മരണമെന്ന് പറയുന്നത് പെട്ടെന്നല്ല, ഇതൊരു ഗ്രാജുവലാണ്. സ്ലോ. നീ പോലും അറിയത്തില്ല നീ മരിച്ചു പോകുന്നത്. ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് കർത്താവ് ഈ സഭയെ നോക്കി മരിച്ചെന്ന്, ചത്ത സഭയെന്ന് പറയാൻ കാരണം, ഈ പലപ്പോഴും ആ സർദീസ് പട്ടണം പോലും അറിഞ്ഞില്ല അവർ ചത്തുപോയെന്ന്. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? അവരറിഞ്ഞില്ല. കാരണം അവരെപ്പോഴും ചിന്തിക്കുന്നത് എന്താ? ഗ്രാജുവലാ സ്പിരിച്വൽ ഡെത്ത്, ഓരോ സഡൻ അല്ല. ഈ സ്തോത്രം, ഈ ഞാൻ ഇങ്ങനൊരു ഇത് കേട്ടിട്ടുണ്ട്. ഈ ഫ്രോഗിനെ ഈ കൊല്ലുന്ന പരിപാടി കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? അതായത് ഈ ഫ്രോഗിനെ പിടിച്ച് നല്ല വെള്ളത്തിൽ, പച്ചവെള്ളത്തിൽ നല്ല വലിയ ചെരുവൊക്കെ വെച്ചിട്ട്, എന്നിട്ട് അടിക്ക് തീയിട്ട് കൊടുക്കും വെള്ളം. അപ്പോൾ ഈ ആദ്യമേ അങ്ങോട്ട് ചെല്ലുമ്പോൾ എന്തോ ഞാനേ നല്ല വാം വാട്ടർ, എന്തോ ഒരു സുഖമെന്നറിയാം. പ്രത്യേകിച്ച് തണുപ്പ് വെള്ളത്തിൽ കിടക്കുന്നത്. ഫ്രോഗ് ചെറിയൊരു ചൂടൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ഉല്ലസിക്കുക, അങ്ങ് സന്തോഷിക്കുക. പക്ഷേ കുറച്ച് ചൂട് കൂടി അറിയാം, സ്ലോലില്ല, അവസാനം പുറത്തു വരാൻ പറ്റത്തില്ല. മനസ്സിലായി? എന്ന് പറയുന്ന പോലെ ഇത് സ്പിരിച്വൽ ഡെത്ത് എന്ന് പറയുന്നത്. സ്പിരിച്വൽ ഡെത്ത് ഇതുപോലെ നീ പോലും അറിയത്തില്ല നീ മരിച്ചു പോന്നേ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, അന്നുണ്ടായിരുന്ന ആത്മീയ തീഷ്ണത ഇന്നുണ്ടോ? സ്പിരിച്വൽ ഡെത്ത്.
അന്നുണ്ടായിരുന്ന ആരാധന ഇന്നുണ്ടോ? സ്പിരിച്വൽ ഡെത്ത്. അന്നുണ്ടായിരുന്ന ആ വിശുദ്ധി ഇന്നുണ്ടോ? തീഷ്ണതയുണ്ടോ? സ്തോത്രം. ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം എന്താ സ്പിരിച്വൽ ഡെത്തിൻ്റെ ലക്ഷണങ്ങൾ. ഹൗ വി നോ സംബഡി ഈസ് ഡൈയിങ്. നമുക്ക് ചിന്തിക്കാം. പെട്ടെന്ന് ഞാൻ വേഗത്തിൽ, എനിക്ക് വിശദീകരിക്കുന്ന സമയമില്ല, വേഗത്തിൽ പറഞ്ഞു പോകാം. ഒന്നാമത്തെ കാര്യം, ദ ലോസ് ഓഫ് സ്തോത്രം, ലോസ് ഓഫ് ഇൻറ്റിമസി വിത്ത് ഗാഡ്. ഇൻറ്റിമസി വിത്ത് ദൈവവുമായിട്ടുള്ള ബന്ധത്തെ എന്ന് പറഞ്ഞാൽ ഇതേ ഉള്ളൂ. ദ പേഴ്സൺ ഡ്രിഫ്റ്റ് അവേ ഫ്രം ദ ഇൻറ്റിമസി വിത്ത് ഗാഡ്, നോ ലോങ്ങർ എൻജോയ് ദ ഡീപ്പ് ഫെലോഷിപ്പ് വിത്ത് ഗാഡ്. ദൈവവുമായിട്ട് നല്ല ഒരു ആ ബന്ധമൊക്കെ പെയ്യെ കുറയും. അത് വളരെ സഡൻ അല്ലേ? ആദ്യമേ ഒരു ആരാധനയെ മുടങ്ങത്തുള്ളൂ, പിന്നെ അത് രണ്ടായാലും കുഴപ്പം തോന്നിക്കത്തില്ല, പിന്നെ 4 ആഴ്ച അടുപ്പിച്ച് വന്നാലും ഹലോ അനക്കമില്ലല്ലോ, 10 ആഴ്ച വന്നില്ലാലും പോയി. കാരണം ഡൈയിങ്ങാ, സ്ലോലി ഡൈയിങ്ങാ. ഇൻറ്റിമസി. ഓക്കെ. രണ്ടാമത്തെ കാര്യം, ലോസ് ഓഫ് അപ്പറ്റൈറ്റ്സ്. അതായത് സ്തോത്രം, ഇൻട്രസ്റ്റ്, ദൈവവചനത്തോടുള്ള ഭക്ഷണത്തോടുള്ള ആർത്തി കുറയുക. മരണത്തിൻ്റെ ലക്ഷണമല്ലേ? ഭൗതികമായി ചിന്തിച്ച് നോക്കിയേ, എന്താ ഭക്ഷണം കഴിക്കാൻ താല്പര്യമില്ലാതെ വരുമ്പോൾ അതിൻ്റെ ലക്ഷണമല്ലേ? അത് മരിക്കാൻ പോകുന്ന ഒരു വ്യക്തിക്ക് ഭക്ഷണത്തോട് നന്നായി കൊണ്ടുപോകാൻ ഞാൻ കഴിക്കാൻ തുടങ്ങിയോ? ഏതായാലും ഞാൻ മരിക്കാൻ പോകാം, എന്നാൽ ആർത്തി പിടിക്കാമെന്ന്. എന്നോ അവന് ഭക്ഷണത്തോട് താല്പര്യം കുറയും. ഇത് വേറൊരു ലക്ഷണമാണ്. വചനത്തോടുള്ള താല്പര്യം, വചന കേൾവിയോടുള്ള താല്പര്യം. ഇതിനകത്തൊക്കെ കുത്തിയിരുന്ന് ഉറങ്ങുന്നവരൊക്കെ ഒന്ന് ഓർത്താൽ മതി കേട്ടോ. ചാവാൻ പോവുക പെയ്യൊക്കെ. കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മൾ കുഴിച്ചിടും അത്. സ്തോത്രം. അപ്പോൾ വചനത്തോടുള്ള താല്പര്യം, ആഗ്രഹം കുറയുന്നത് ലക്ഷണമാണ്. മൂന്നാമത്തെ കാര്യം, സിൻ ഈസ് ജസ്റ്റിഫൈഡ് ഓർ ഡൗൺ പ്ലേഡ്. അല്ലേ? ഈ ഒരു തെറ്റ് വന്നാൽ പിന്നെ എന്ത് ചെയ്യും അതിനെ? തെറ്റൊന്നും പറയുന്നൊന്നുമില്ല. പാസ്റ്റർ കാണും പിന്നെ പറഞ്ഞു പോയാൽ അതിനെ പിന്നെ അങ്ങ് ന്യായീകരിച്ചോളൂ. അങ്ങ് തെറ്റിനെ ന്യായീകരിക്കരുത്, ജസ്റ്റിഫൈ ചെയ്യരുത്. ഓക്കെ, തെറ്റിനെ ന്യായീകരിക്കുക. ഓക്കെ, അതും ഡെത്തിൻ്റെ ലക്ഷണമാണ്. നാലാമത്തത് എന്താ? നോ റിപ്പൻറ്റൻസ് ആഫ്റ്റർ. അഥവാ കാരണം വചനത്തിൽ നമുക്കറിയാം മനുഷ്യൻ വീഴ്ച വരും, തെറ്റുപറ്റും, വീണുപോയി. പക്ഷേ അതിൽ നിന്ന് എഴുന്നേക്കാനൊരു മനുഷ്യ താല്പര്യമില്ല, പുറത്തു വരാൻ താല്പര്യമില്ല. അതാ കഴിഞ്ഞ ആഴ്ചയിൽ ഇസബേലിനെ കുറിച്ച് പറഞ്ഞത്. മാനസാന്തരപ്പെടാൻ അവൾക്ക് അവസരം കൊടുത്തിട്ടും എന്താ? മനസ്സില്ല. മരണത്തിൻ്റെ ലക്ഷണമാണ്. ഓക്കെ, നോ റിപ്പൻറ്റൻസ് ആഫ്റ്റർ ഫോളിങ്. ഓക്കെ, നമ്പർ 5, കണ്ടിന്യൂ ഇൻ സീക്രട്ട് സിൻ. രഹസ്യ പാപത്തിൽ കണ്ടിന്യൂ ചെയ്യുന്നത്. രഹസ്യപാപം ഉണ്ട്. സ്തോത്രം. രഹസ്യപാപം മറ്റാരും കാണുന്നില്ല, പക്ഷേ കാണുന്നൊരു ദൈവമുണ്ട്. ഈ രഹസ്യപാപത്തിൽ നീ കണ്ടിന്യൂ ചെയ്യുന്നത് നിന്റെ സ്പിരിച്വൽ ഡെത്തിൻ്റെ ലക്ഷണമാണ്. വേഗത്തിൽ മുന്നോട്ട് പോകാം. അടുത്തത് 6, ദേ ഇൻഫ്ലുവൻസ് അതേഴ്സ് ടു കോംപ്രമൈസ്. കഴിഞ്ഞ ആഴ്ച കേട്ടല്ലോ എല്ലാ കാര്യങ്ങളും. ഓക്കെ, ദൈവസഭയ്ക്ക് യോഗ്യമല്ലാത്ത കാര്യം ചെയ്തു കൂട്ടിയിട്ട് ദാറ്റ്സ് ഓക്കെ എന്ന് പറയുന്ന, കോംപ്രമൈസ് ചെയ്യാൻ ആളിനെ കൂട്ടുന്ന പരിപാടി ഉണ്ടല്ലോ, അതും ആത്മീക മരണത്തിൻ്റെ ലക്ഷണമാണ്. സ്തോത്രം. തെറ്റായ കാര്യം തെറ്റെന്ന് പറയാൻ ദൈവമക്കൾ തയ്യാറാകണം. ദൈവസഭയ്ക്ക് യോഗ്യമല്ലെങ്കിൽ നോ എന്ന് പറയാൻ നിങ്ങൾ തയ്യാറാകണം. ഞാൻ മാത്രമല്ല, ഓരോരുത്തരും. അത് ആത്മീകന്റെ ലക്ഷണം. സ്തോത്രം. ദൈവഹിതമല്ലാത്തതിനെ ചേർത്ത് പിടിക്കരുത്. അവിടെ പറഞ്ഞിരിക്കുന്നു. സ്തോത്രം. എന്താ? ഇൻഫ്ലുവൻസ് അതേഴ്സ് ടു കോംപ്രമൈസ് റാദർ ദാൻ ലിഫ്റ്റിംഗ് അതേഴ്സ് ഫ്രം അവരെ ഒന്ന് പിടിച്ച് ഉയർത്തേണ്ടതിന് പകരം തെറ്റിൽ കിടക്കുന്നവനെ അല്ലെങ്കിൽ ഇതിൽ നിന്ന് വഴുതു മാറുന്നവനെ ചേർത്ത് കൊണ്ടുവരേണ്ടതിന് പകരം അവനോട് ചേർന്ന് കോംപ്രമൈസ് ചെയ്യരുത്. അടുത്തത്, ദേ പ്രയോറിറ്റൈസ് ദ വേൾഡ്ലി പ്ലഷേഴ്സ് ദാൻ ദി സ്പിരിച്വൽ. ദേ പ്രയോറിറ്റൈസ് ദെയർ സെൽഫ് ഇൻട്രസ്റ്റ് ആൻഡ് ദ വേൾഡ്ലി പ്ലഷേഴ്സ്. ശ്രദ്ധിച്ച് നോക്കിയേ, എവിടെയെങ്കിലും ആത്മീകമായ മണ്ഡലത്തെക്കാൾ ഉപരി നിന്റെ സ്വന്തം പ്ലഷറിന് വേണ്ടിയും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നീ പ്രയോറിറ്റി കൊടുത്താൽ ദാറ്റ്സ് എ സിംപ്റ്റം ഓഫ് ഡെത്ത്. യു ആർ ഡൈയിങ് slowly. You will not know that. One by one you will know that. At the end you will know that. പിന്നെ പുറത്തു വരാൻ പറ്റാത്ത വിധത്തിൽ മരിച്ചു പോകും. മനസ്സിലാവുന്നുണ്ടോ? ദൈവമക്കളെ,
ദൈവത്തിന് പ്രാധാന്യം, ദൈവിക കൂട്ടായ്മയ്ക്ക് കാര്യമാണ്, ആത്മീകമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടേ ബാക്കി എല്ലാം ചെയ്യാവൂ. നിന്റെ സെൽഫായിട്ടുള്ള പ്ലഷറിന് വേണ്ടിയും ലോകത്തിൻ്റെ ഇമ്പത്തിന് വേണ്ടിയുമാണ് നിന്റെ പ്രയോറിറ്റി പോകുന്നതെങ്കിൽ അത് മരണത്തിൻ്റെ ലക്ഷണമാണ്. സ്തോത്രം. വേഗത്ത് മുന്നോട്ട് പോകുക. ഹല്ലേലൂയ. Prefer the worldly pleasure. Then they became unteachable and rebellious. അഥവാ കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ അല്ലേ അതിനെ റിബല്യസ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഈ ശക്തമായ വചനം അത് പണ്ട് അപ്പച്ചന്മാരൊക്കെ പ്രസംഗിച്ചതുപോലെ ഇന്ന് വന്ന് പ്രസംഗിക്കാൻ പോയാൽ ഇതിനെ എന്ത് ചെയ്യും? മനസ്സിലാവുന്നുണ്ടല്ലോ, അർത്ഥം പിടികിട്ടിയല്ലോ, ഞാൻ പറയണ്ടല്ലോ. അതിനെ പിന്നെ ചോദ്യം ചെയ്യും, പാസ്റ്റർ അങ്ങനെ പ്രസംഗിച്ചെന്തിനാ? കുത്തി അല്ലേ, അത് ഞങ്ങളെ ഉദ്ദേശിച്ച് തന്നെ ആണ്. സ്തോത്രം. ഹല്ലേലൂയ. പിന്നെ ഞാൻ പറഞ്ഞില്ലെങ്കിൽ ആര് പറയണം? എൻ്റെ ലക്ഷ്യം നിങ്ങൾ സ്വർഗത്തിൽ പോകണമെന്നുള്ളതാണ്. അല്ല, എനിക്ക് വേറൊരു ലക്ഷ്യമൊന്നുമില്ല. എൻ്റെ ലക്ഷ്യം ഇവിടെ ഇരിക്കുന്ന ഓരോ കുഞ്ഞുകുട്ടിയും സ്വർഗത്തെ നിത്യത കാണപ്പെടാൻ എന്നുള്ളതാണ്. അതിനപ്പുറം ഒരു താല്പര്യവും എനിക്കില്ല. ഈ സഭയെക്കുറിച്ച് വേറൊരു ഉദ്ദേശവും എനിക്കില്ല. ഇവിടെ കടന്നു വന്ന ഓരോ ദൈവമക്കളും നിത്യതയിൽ കാണപ്പെടണം. ഇതിനകത്ത് പേര് വിളിക്കാത്ത ആരും കാണരുന്ന എൻ്റെ അകത്തെ വാഞ്ച. അതിനുവേണ്ടിയാണ് ഞാൻ ത്യാഗം സഹിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, ഞാൻ ദൈവസഭയെ ശുശ്രൂഷിക്കുന്നത്. പ്രൈസ് ഗോഡ്. മറന്നു പോകരുത്. അതുകൊണ്ട് കറക്ഷൻ വന്നാൽ അത് ഏറ്റെടുക്കാൻ തയ്യാറാകുക, ക്രമീകരിക്കാൻ തയ്യാറാകുക. സ്തോത്രം. മുന്നോട്ട് പോകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. വിഡ്രോ ഫ്രം ദ ചർച്ച് ആക്ടിവിറ്റീസ് ആൻഡ് ഫെലോഷിപ്പ്. മനസ്സിലാവില്ല, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. ദാറ്റ്സ് എ സിംറ്റം ഓഫ് ഡൈയിങ്. കൂട്ടായ്മ ഒന്നും വേണ്ട, ഞായറാഴ്ച ഒറ്റ ആഴ്ച മീറ്റിംഗ് മതി. ഫൈൻ, ഐ എം ഓക്കെ, വി ആർ സാറ്റിസ്ഫൈഡ്. ലക്ഷണമാണ്. സ്തോത്രം. ആത്മീയ കൂട്ടായ്മകൾ ഒറ്റ ഒരെണ്ണം മുടക്കരുത്. ആത്മീയ കൂട്ടായ്മകൾ കൂടണം. ഫെലോഷിപ്പ്, ആത്മീക കൂട്ടായ്മകൾ അവിടെ പറഞ്ഞിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. വിഡ്രോ ഫ്രം ദ ചർച്ച് ആക്ടിവിറ്റീസ് ആൻഡ് ഫെലോഷിപ്പ്, നെഗ്ലക്റ്റിംഗ് ദ ഗാദറിംഗ് ഓഫ് സെയിൻസ്. വിശുദ്ധന്മാരുടെ കൂട്ടായ്മകളെ പൗലോസ് പറയുന്നതിലെ അവഗണിക്കുന്നത് മരണത്തിൻ്റെ ലക്ഷണമാണ്. വേഗത്തിൽ പോകാം. 10ാമത്തെ കാര്യം, സെർവിങ് വിത്തൗട്ട് പാഷൻ. ചുമ്മാ എന്തെങ്കിലുമൊക്കെ ചെയ്യും, പക്ഷേ ഒരു അകത്തിൽ താല്പര്യമൊന്നുമില്ല. വേഗത്തിൽ പോകട്ടെ. അപ്പോൾ ഇപ്രകാരം ഈ സഭയ്ക്ക് പേരുണ്ട്, പക്ഷേ ജീവനൊന്ന് പേരുണ്ട്, പക്ഷേ സ്തോത്രം മരിച്ചുപോയ. എങ്ങനെ നമുക്ക് ഇവിടെ കാണുന്നു കഴിയുന്നത്? എങ്ങനെ നമുക്ക് ജീവൻ പ്രാപിക്കാൻ? പത്രോസ് പറയുന്നുണ്ട്, ജീവനുള്ളവനായ അവൻ്റെ അരികിൽ വന്നിട്ട് നിങ്ങളും ജീവൻ പ്രാപിക്കണമെന്ന് കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ശ്രദ്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ ഇൻ ദ സർദീസ് വെയർ വേൾഡ്ലി ക്രിസ്ത്യൻസ്. സർദീസ് സഭയെക്കുറിച്ച് കർത്താവ് കണ്ടതാണ്. എന്തുകൊണ്ടാണ് കർത്താവ് മരിച്ച സഭയെന്ന് പറയാൻ കാരണം എന്താണെന്നറിയാം? സർദീസ് സഭയെ റീസൺ, ദ മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ ഇൻ ദ സർദീസ് വെയർ വേൾഡ്ലി ക്രിസ്ത്യൻസ് ഓർ കാർണൽ ക്രിസ്ത്യൻസ്. ദേ വെർ ലിവിങ് ഇൻ സിൻ വൈൽ ക്ലെയിം ടു ബി എ ക്രിസ്ത്യൻ. They were living in sin while they are away from God. See, അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെയാണ്. സ്തോത്രം. ഹല്ലേലൂയ. While they were living in sin while claiming to be a something. നമ്മൾ ആരൊക്കെയോ ആണെന്ന് ക്ലെയിം ചെയ്യുമ്പോഴും എവിടാ കിടക്കുന്നേ? പാപത്തിൽ. ഞാൻ വലിയ ആളാണ്, ഞാൻ പാസ്റ്ററാണ്, ഞാൻ അന്നൊക്കെ പറയുന്നത് നമ്മൾ ക്ലെയിം ചെയ്യുമ്പോഴും പാപത്തിൽ കിടക്കുക. That was the situation in the Sardis church. അതായിരുന്നു സർദീസ് സഭയുടെ അവസ്ഥ. സ്തോത്രം. പാപത്തിൽ കിടക്കുക. ഹല്ലേലൂയ. സ്തോത്രം. They were going to church and playing the game. They were foolishing everyone except God. That was the situation of the Sardis church. They were foolishing the people. ആൾക്കാരുടെ മുന്നിൽ മാന്യൻ, but in front of God they are not. They are death. അവർ മരിച്ചവരാ. ഇതായിരുന്നു സഭയുടെ അവസ്ഥ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, സ്തോത്രം, ഇവർ മരിച്ചവരാണ് എന്ന് പറയാൻ കഴിയുന്നത്. ഇനി ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകുക. ഇനി എന്താ അവിടുത്തെ കമാൻഡ്സ്? പെട്ടെന്ന് പോകാം. കമാൻഡ്സ് എന്താ കർത്താവ് ആവശ്യപ്പെട്ടെ? ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത്. അങ്ങനെ മരിച്ച സഭയോട് അവസാനം ഒരു ചില കാര്യങ്ങൾ കർത്താവ്, കാരണം ഇവർ പൂർണ്ണമായിട്ടും മരിച്ചിട്ടില്ല. ദർ ഇസ് എ ഹോപ്പ്, ഒരു പ്രതീക്ഷയുണ്ട്. നമുക്കറിയാമല്ലോ, ഈ ഹാർട്ട് അറ്റാക്ക് വന്ന് ലാസ്റ്റ് മൊമെൻറ്റ് നമ്മൾ പിന്നെ എന്ത് ചെയ്യും? ഇപ്പോൾ ഈ സഭ CPRൻ്റെ സ്റ്റേജാണ്. ഹോപ്പുണ്ട്,
പക്ഷെ കർത്താവ് കുറച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, മനസ്സിലായോ? പോയിട്ടില്ല, തുടിപ്പുണ്ട് അകത്ത്. അവരോട് കർത്താവ് പറയാ, നീ എന്ത് ചെയ്യണം? ഒന്നാമത് പറയുന്നു, വേക്കപ്പ്, ഉണരുക, ഉണർന്നുകൊള്ളുക. എന്താ കർത്താവ് ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് അവിടെ പറയാൻ കാരണം എന്തെന്നറിയാമോ? ഞാൻ ഈ സർദീസ് പട്ടണത്തിൻ്റെ ഹിസ്റ്ററി ഒന്ന് പറഞ്ഞല്ലോ. എന്തുകൊണ്ടാണ് ശത്രു അകത്ത് കയറിയേ? ഉറങ്ങിപ്പോയി. അപ്പോൾ കർത്താവ് ഇവിടെ പറയാ, നിങ്ങൾ എന്ത് ചെയ്യണം? ഉണർന്നുകൊള്ളുക. സ്തോത്രം. ഈ പട്ടണം ഉറക്കത്തിലായിരുന്നത് പോലെ സർദീസ് സഭയും ഇപ്പോൾ ഉറക്കത്തിലാ. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് കാണുന്നു, സഭയിലെ അനേകർ ആത്മീകമായി മരിച്ച നിലയിലായിരിക്കുമ്പോൾ ഒരു ചെറിയ ശേഷിപ്പ് ഉണർന്ന് പ്രവർത്തിക്കണം. കർത്താവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് സഭയോട് പറയുക, നിങ്ങൾ ഉണരുക, ഉറങ്ങിപ്പോകരുത്. ശത്രു അകത്ത് കയറും, നിന്റെ കുടുംബത്തെ തകർക്കും, സഭയെ തകർക്കും, നിന്റെ വ്യക്തി ജീവിതത്തെ തകർക്കും. അതുകൊണ്ട് ഉണരുക. സഭയോട് പറയുന്ന ഒന്നാമത്തെ കമാൻഡാണ് ഉറങ്ങുക. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. ഉറക്കമാണ് ശത്രു അകത്ത് കയറിയത്. ഉറങ്ങിയാലുള്ള അപകടം എത്ര വലുതാ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ഉറങ്ങിയ അപകടമുണ്ടോ? ഉറങ്ങി മോട്ടോർ വേയിൽ വണ്ടി ഓടിച്ചാൽ എങ്ങനെ ഇരിക്കും? നല്ല സുഖമായിരിക്കും അല്ലേ? മനസ്സിലായല്ലോ? സ്തോത്രം, അപകടമാണ്. അപ്പോൾ കർത്താവ് പറയും, നീ ഉറങ്ങല്ല്, ഉണരണം. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഉറങ്ങിയത് കൊണ്ട് ഉറങ്ങത്തിൽ നിന്ന് ഉണരണമെന്ന് കർത്താവ് പല ആവർത്തി പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഉണരേണ്ടത്? സ്തോത്രം. പത്രോസിൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ചു 5:8 വാക്യത്തിൽ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച്, അതുകൊണ്ട് ഒന്നാമത് നിങ്ങൾ ഉണരേണ്ടത് പ്രതിയോഗിയായ ശത്രു പുറകിലുണ്ടെന്ന് തിരിച്ചറിയണം. രണ്ടാമത്തെ കാര്യം മത്തായി 26:41 പറയുന്നു, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരിക്കണം. 2, അപ്പോൾ പരീക്ഷയിൽ അകപ്പെടാനുള്ള സാധ്യത എപ്പോഴും ഉണ്ട്, പക്ഷെ ഉണരണം. കർത്താവ് പറയും, നിങ്ങൾ ഉണരണം. മൂന്നാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, കർത്താവ് ഏത് ദിവസം വരുമെന്ന് അറിയാത്തത് കൊണ്ട്. 24:42 വാക്യം പറയുന്നുണ്ട്. മത്തായി 24:42 കർത്താവ് ഏത് സമയം വരുമെന്ന് അറിയാത്തത് കൊണ്ട് എന്ത് ചെയ്യണം? ഉണർന്നിരിക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. മർക്കോസ് 13:33 പറയും, നാളും നാഴികയും അറിയാകിയാൽ. ഇന്ന് പകൽക്കാലം ദൈവസഭ തിരിച്ചറിയണം, എൻ്റെ കർത്താവിൻ്റെ വരവ് ഏത് നിമിഷമെന്ന് നമുക്കറിയാൻ കഴിയത്തില്ല. ഇറ്റ് ക്യാൻ ബി ഹാപ്പൻ എനി മിനിറ്റ്. നമ്മൾ വീട്ടിൽ ചെല്ലുന്നതിന് പറ്റി കർത്താവ് വരാം. ഇന്ന് ഇറങ്ങിത്തിരിച്ച് വീട്ടിൽ ചെല്ലുമെന്ന് ഉറപ്പില്ല, അതിന് മുന്നേ കർത്താവിന് വരാം. പക്ഷെ നാളും നാഴികയും അറിയാത്തത് കൊണ്ട് നിങ്ങൾ ഉണരണം. സ്തോത്രം. വേഗത്തിൽ പോകാം. സർദീസ് സഭയോട് കർത്താവ് പറയാ, നിങ്ങൾ ഉണർന്നെഴുന്നേൽക്കണം. രണ്ടാമത്തെ കാര്യം പറയുന്നു, ശക്തീകരിക്കുക. Strengthen the things that remain. അല്പം വീണ്ടുമുണ്ട്. ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. പ്രതീക്ഷിക്കവേ കൊണ്ട് എവിടെയെങ്കിലും ജീവിതത്തിൽ ഏതെങ്കിലും മേഖലകളിൽ ബലഹീനതകൾ വന്നിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ബലപ്പെടണം. ആത്മീക ജീവിതത്തിൽ ബലഹീനത വന്നിട്ടുണ്ടെങ്കിൽ, ആത്മീക ജീവിതത്തിൽ ക്ഷീണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ബലപ്പെടണം. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. പിശാചു ജയമെടുക്കാതിരിക്കുവാൻ ശക്തിപ്പെടുക. മൂന്നാമത്തെ കാര്യം റിമെമ്പർ, ഓർക്കുക, അല്ലേ? മൂന്നാമത്തെ പ്രബോധനമാ, അവർ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർക്കണം. എഫെസോസ് സഭയുടെ കർത്താവ് പറഞ്ഞെന്താ? നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നെന്ന് ഓർക്കുക. ഇവിടെ കർത്താവ് പറയാ, നീ പ്രാപിക്കുകയും കേൾക്കുകയും. അപ്പൊ ഇതാ ദൈവസഭയോട്, ഇന്ന് പെന്തക്കോസ്ത് സഭയോട് പറയാനുള്ള ദൂത് തന്നെ, നമുക്ക് ലഭിച്ച ഉപദേശം മറന്നു കളയരുത്. നമുക്ക് ലഭിച്ച വെളിപ്പാട് മറന്നു കളയരുത്. പുതിയ വെളിപ്പാടും കൊണ്ടൊന്നും ഇതിനകത്തോട്ട് കയറരുത്. പുതിയ ഉപദേശം കൊണ്ടൊന്നും ദൈവസഭയ്ക്കകത്ത് വരരുത്. ലഭിച്ച ഒരു വെളിപ്പാടുണ്ട്, ലഭിച്ച ഒരു ഉപദേശമുണ്ട്, കർത്താവ് നമുക്ക് നൽകി തന്നൊരു വചനമുണ്ട്. അതിനെ കൂട്ടുചേർത്തുകൊണ്ട് ദൈവസഭയ്ക്കകത്ത് പാടില്ല. നീ ലഭിക്കുകയും പ്രാപിക്കുകയും ചെയ്ത് ഇന്നതെന്ന് നീ എന്ത് ചെയ്യണം? ഓർക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന ഓർക്കണം. ചുരുക്കത്തിൽ ജീവിതത്തെ പുനഃപരിശോധന നടത്തി യഥാസ്ഥാനപ്പെടണമെന്ന അതിൻ്റെ അർത്ഥം. വേഗത്തിൽ മുന്നോട്ട് പോയി എന്നിട്ട് പറയാ, കീപ് ഇറ്റ്, കാക്കുക. സഭയോടുള്ള നാലാമത്തെ പ്രബോധനം, കാത്തുകൊള്ളണം. എന്താ? സ്തോത്രം. ദൈവിക പ്രമാണങ്ങളെ അനുസരിച്ച് അതിൽ നിലനിൽക്കുന്നതിനാണ് കാക്കുക എന്ന് പറയുന്നത്. സ്തോത്രം എന്ന് പറഞ്ഞാൽ,
ഹല്ലേലൂയ. കർത്താവിൻ്റെ വരവ് വരെ പിടിച്ച് ഹോൾ ഫാസ്റ്റ് എന്നാ പറഞ്ഞിരിക്കുന്നത് ചില ഭാഗത്തിൽ. പിടിച്ചോണ്ട് നിൽക്കണം എന്ന് പറഞ്ഞാൽ വിട്ടുകളയരുത്. അനേകർക്ക് ലഭിച്ച ഉപദേശം അവർ വിട്ടുകളഞ്ഞു. ലഭിച്ച വെളിപ്പാട് പിറകിൽ തള്ളിക്കളഞ്ഞ് സ്വന്തം മോഹത്തിൽ പോയി. ഒത്തിരി പേര് വീണുപോയി, ഒത്തിരി പേര് തകർന്നു പോയി. അതുകൊണ്ട് ഇതൊന്നും നിന്റെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ നിനക്ക് ലഭിച്ചത് മുറുകെ പിടിച്ചോണം. ഹല്ലേലൂയ. ഇതാ ദൈവത്തിന്റെ സഭയോട് ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നത്. ആമേൻ. മറ്റുള്ളവർ ഓടിയില്ലോ എന്ന് നീ നോക്കല്ല. മറ്റുള്ളവർ വീണോ എന്ന് നീ നോക്കരുത്. നിനക്ക് ലഭിച്ചൊരു വെളിപ്പാടുണ്ടെങ്കിൽ, നിനക്ക് ലഭിച്ചൊരു സ്നേഹമുണ്ടെങ്കിൽ, നിനക്ക് ലഭിച്ചൊരു ഉപദേശമുണ്ടെങ്കിൽ, നിന്നെ സ്നേഹിച്ചൊരു സ്നേഹമുണ്ടെങ്കിൽ, എബ്രായ ലേഖനത്തിൽ പറഞ്ഞതുപോലെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുന്നതിനുമായ യേശുവിനെ നോക്കുക. സ്തോത്രം. അവിടെ ഇവിടെ നോക്കരുത്. വീണെന്നിരിക്കും. ഞാൻ ആദ്യം ഓർപ്പിച്ചല്ലോ, പലരും വീണെന്നിരിക്കും, തകർന്നിരിക്കും. അല്ല പോകുന്ന വഴിയിൽ അപ്പുറത്ത് പോയി മുന്നേ പോയ വണ്ടി ഇടിച്ച് തകർന്ന് കിടക്കുന്നത് കണ്ടോണ്ട് നീ അവിടെ നിർത്തേണ്ട കാര്യമില്ല. നിനക്കൊരു ലക്ഷ്യമുണ്ട്. സ്തോത്രം. എന്നാൽ ഞാനും ഇനി പോകുന്നില്ല, വണ്ടി ഇടിച്ചെന്ന് പറയോ? ഇല്ല, നിന്റെ ലക്ഷ്യത്തിലേക്ക് നീ പൊയ്ക്കോണം. ആമേൻ. അതുകൊണ്ട് കാത്തുകൊള്ളുക. ഏറ്റവും അവസാനം പറയാ, മാനസാന്തരപ്പെടുക. They need to change their direction because they were in the wrong direction. അതാ കർത്താവ് പറയുന്നേ. സർദി സഭയോട് പറയാ, they need to change their direction because they are in wrong direction. തെറ്റായ ദിശയില അവർ യാത്ര ചെയ്യുന്നത്. ഇന്ന് പകൽക്കാലം ഇതിനകത്ത് നിൽക്കുമ്പോൾ സ്വയമായി പരിശോധിക്കണം. am I traveling in a right way? ഞാൻ റൈറ്റ് ആയിട്ടുള്ള വേയിലാണ് പോകുന്നത്, ഇല്ലെങ്കിൽ അപകടമാണ്. സ്തോത്രം. നിങ്ങൾ ചിന്തിച്ചേ, ഓപ്പോസിറ്റ് ഡയറക്ഷൻ പോയാൽ. എനിക്ക് അബദ്ധം പറ്റി കഴിഞ്ഞ ദിവസം പറയാം. നമ്മുടെ സ്പോർട്സ് ഡേ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന സമയത്ത് നമുക്കറിയാമല്ലോ, അവിടുന്ന് കയറി ഇങ്ങോട്ട് വരിക. അപ്പോൾ ഇറങ്ങുന്നത് മെയിൻ റോഡിലാണ്. രാത്രി 10 എനിക്കൊന്ന് ഈവനിങ്ങാണ്. രാത്രി 11:10 സ്തോത്രം. ഇറങ്ങി വന്ന് ആ സ്ലിപ്പിലോട്ട് സൈഡ് വഴിയാണ് ഇങ്ങോട്ട് വരേണ്ടുന്നത്. ഞാനത് ക്രോസ് ചെയ്ത് അങ്ങോട്ടങ്ങ് ഇറങ്ങി. നേരെ എന്നിട്ട് ഇങ്ങോട്ട് കയറി വരുന്ന വണ്ടിയുടെ ഓപ്പോസിറ്റോട്ട് ചെന്ന് പോവുക. ഞാൻ ദൂരെ നോക്കുമ്പോൾ ഉണ്ട് ഒരു വണ്ടി കയറി വരുന്നു. പെട്ടെന്ന് ഞാനും സിനിയും കൂടെ ആ വണ്ടി ഒരു വിധത്തിൽ പറഞ്ഞ് യു ടേൺ എടുത്ത് നേരെയാക്കി രക്ഷപ്പെട്ട് പോരുവാനിടയായി. സ്തോത്രം. ഞാൻ പറഞ്ഞത് അപകടം വരുന്ന വഴിയുണ്ടോ? ഹല്ലേലൂയ. നമ്മൾ വിലയിരുത്തണം, ഏത് വഴിയിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. am I right in the right direction or the wrong direction? അത് നിന്റെ കാഴ്ചപ്പാടിലല്ല, പിന്നെ ആരുടെയാ? കർത്താവ് നോക്കിയപ്പോഴാണ് പറഞ്ഞേ, the searches were traveling the wrong direction, the wrong way. They need to turn around. ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ഇരിക്കുമ്പോൾ എവിടെയെങ്കിലും റോങ് ഡയറക്ഷനിൽ യാത്ര ചെയ്യുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മൾ ഓരോരുത്തരുമുള്ള ദൂത തിരിയണം. ടേൺ അറൗണ്ട്. ഹല്ലേലൂയ. അവസാനം വാർണിംഗ് അതും കൂടെ പറഞ്ഞ് നിർത്താം. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ കാണുന്നു, ഉണരാതിരുന്നാൽ കള്ളനെ പോലെ വരും എന്ന് പറഞ്ഞാൽ അതൊരു ന്യായവിധിയാണ് കാണിക്കുന്നത്. നീ ഉണരാതിരുന്നാൽ വ്യക്തിപരമാ, ഞാൻ കള്ളനെ പോലെ വരും. ഹല്ലേലൂയ. സ്തോത്രം. അത് നിന്റെ മേലൊരു ന്യായവിധിയായി വരുമെന്നുള്ള വാണിംഗാ അവിടെ കാണുന്നത്. വേഗത്തിൽ പോകട്ടെ. എന്നിട്ട് റിവാർഡ്സ് എന്താണ് കർത്താവ് അവർക്ക് കൊടുക്കുന്ന പ്രതിഫലം? ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്. അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചും കൊണ്ട് എന്നോട് കൂടെ നടക്കും. മതി. ഇതിനെക്കുറിച്ചൊക്കെ വിവരിച്ചു പോകാൻ ഒത്തിരി ഉണ്ട്. ഞാൻ നിർത്തുക. സ്തോത്രം. എങ്കിലും ഒരു ശേഷിപ്പ് അവിടെയുണ്ട്. അവർ ആരാ? യോഗ്യന്മാർ. ഹല്ലേലൂയ. ആരായി ശേഷിപ്പ്? സ്തോത്രം. ഇറ്റ് ഈസ് amazing that among this dead church goers there are few people who were truly alive Christians. Question. എൻ്റെ ചോദ്യം, why did they stay there? Why did they stay in the dead church? ഹലോ, ചിലർ ഇന്ന് പറയാറില്ലേ, അവിടെ കൂട്ടായ്മ അനുഗ്രഹമൊന്നുമില്ല, ഞാൻ പോവുകയാണെന്ന്. ശ്രദ്ധിക്കണേ. അവിടെ വലിയ ഉണർവൊന്നുമില്ല, ഞാൻ പോവുക. Why did this remaining few people stayed there in the dead church? ഹല്ലേലൂയ. അവിടെ ഒരു ശേഷിപ്പ് അവർ പോയില്ല. സ്തോത്രം. Why did they stayed in a spiritual dead church? നമ്മളായിരുന്നെങ്കിൽ എന്ത് ചെയ്യും? അടുത്ത ലൈവ് ചർച്ച് പിടിച്ച് പോയേനെ. അവിടെ ചെല്ലുമ്പോൾ കുറച്ച് കഴിയുമ്പോഴാണ് അറിയുന്നത് അതും ഡെഡാണെന്ന്. അത് സഭയല്ല, നമ്മുടെ കാഴ്ചപ്പാടി ഡെഡാണെന്ന്. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. പക്ഷേ ഇവിടെ ശ്രദ്ധിച്ചേ, they saw through all the hypocritic people among them. അവരുടെ ഇടയിൽ കാണുന്നത് ഹിപ്പോക്രൈറ്റ്സ് ആണ്.
പേരേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ഇടയിലും വിശുദ്ധിക്ക് വേണ്ടി നിന്ന ഒരു കൂട്ടര്, ദേ സ്റ്റേഡ് ദയർ. അവരോടാ കർത്താവ് പറയുന്നേ അടുത്ത ദൂത്. അവർക്കാ പ്രതിഫലം. ആർക്കാ പ്രതിഫലം? ഓടിപ്പോയവനല്ല, പിന്നെ നിന്നവന്. അവരോട് പറയാ, നീ എന്ത് ചെയ്യുന്ന, എങ്ങനെ കൊടുക്കും, എന്ത് കൊടുക്കുന്ന? അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചും കൊണ്ട് എന്നോടുകൂടെ നടക്കും. ആ, ജയിക്കുന്നവർ വെള്ളയുടുപ്പ് ധരിക്കും. വെള്ളയുടുപ്പ് ധരിക്കും. വെള്ള, ഇത് അത് സിംബലൈസ് ചെയ്യുന്നത് പ്യൂരിറ്റി, ദ റൈച്ചസ് ആൻഡ് വിക്ടറി ഓവർ സിൻ. അതാണ് അത് അർത്ഥമാക്കുന്നത്. അത് വിശദീകരിക്കുന്നില്ല. സ്തോത്രം. എന്നിട്ട് അവസാനം പറയാ, their name will not be, ജീവന്റെ പുസ്തകത്തിൽ നിന്ന് പേര് മായ്ച്ചു കളയാതെ എന്റെ പിതാവിന്റെ സന്നിധിയിലും എന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേർ ഏറ്റുപറയും. ശ്രദ്ധിച്ചേ, ഒരു പ്രതിഫലമുണ്ട്. വിശുദ്ധിയോടെ നിന്നവനൊരു പ്രതിഫലമുണ്ട്. അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ, പിതാവിൻ്റെ സന്നിധി എന്നും അവൻ്റെ പേര് ജീവപുസ്തകത്തിൽ നിന്നും മായ്ച്ച് കളയത്തില്ല. ഇന്ന് പകൽക്കാലം കണ്ണുകളടയട്ടെ, ഒരു നിമിഷം ശോധന ചെയ്തേ. വേർ ഈസ് അവർ ലൈഫ്? ഇന്ന് പകൽക്കാലം സർദീസ് സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങി അതിൻ്റെ ഉൾപ്പുകളെ, അതിൻ്റെ അവസ്ഥകളെ കണ്ട കർത്താവ് ഇന്ന് ഈ സഭയ്ക്കകത്തൂടെ നടത്തുള്ളവരുടെ അങ്ങത്തോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ നമ്മുടെ അവസ്ഥ ഏത് നിലയിലാണ്? അല്ല, നമ്മളെ കണ്ടിട്ട് ജീവനുള്ള പേരുണ്ടെങ്കിലും മരിച്ച അവസ്ഥയിലാണോ, അതോ സ്തോത്രം യഥാർത്ഥമായ ഒരു ജീവൻ പ്രാപിച്ച അവസ്ഥയാണോ നമുക്കുള്ളത്? കണ്ണുകളടയ്ക്കാം, ഒരു നിമിഷം ഒന്ന് ശോധന ചെയ്തേ. യഥാർത്ഥമായി എവിടെയെങ്കിലും ടേൺ അറൗണ്ട് ചെയ്യണമെങ്കിൽ, എവിടെയെങ്കിലും കൺഫസ് ചെയ്യണമെങ്കിൽ, എവിടെയെങ്കിലും മടങ്ങി വരണമെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മൾക്കുള്ള ദൂതായത്. നമ്മളെല്ലാവരും ഉൾപ്പെടുകയാണ് ഞാൻ പറയുന്നത്. നമ്മൾ ആരെയും ഞാൻ ഒഴിച്ചു നിർത്തുകയല്ല. വി ആർ ടോക്കിംഗ് ടു ദി പോസ്റ്റ് ചർച്ച്. നമ്മൾ ഓരോരുത്തരും ഉൾപ്പെടെ, ദേവാസം പറഞ്ഞ പോലെ എന്നെ ഉൾപ്പെടെയാണ് ഞാൻ ഈ പറയുന്നത്. Don't misunderstand it. But this for നമ്മുടെ വിശുദ്ധിക്ക് വേണ്ടി നമ്മളെ ഒരുക്കിയെടുക്കുവാൻ, നിത്യതയെ കാണപ്പെടുവാൻ ഇന്ന് പകൽക്കാലം ഒരു സ്വയ പരിശോധന നടത്താം. നമ്മെ തന്നെ ഒന്ന് കാണാം. പരിശുദ്ധം നല്ല കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു. ഞങ്ങൾ ഈ സഭയെ കർത്താവേ ശുദ്ധീകരിക്കണമേ. വിശുദ്ധിക്ക് വേണ്ടി നിലകൊള്ളുന്നൊരു സഭ, ശുദ്ധയും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പിക്കുന്ന ഒരു കാന്തയെ ചേർക്കാൻ എൻ്റെ കർത്താവ് വരുന്നത് പോലെ ഈ സഭ വിശുദ്ധിയോടെ നിൽപ്പാനിടയാക്കണമേ. ലോകത്തിൻ്റെ മയങ്ങളും ലോകത്തിൻ്റെ ഇമ്പങ്ങളും ലോകത്തിൻ്റെ ആഡംബരങ്ങളും ദൈവത്തിൻ്റെ ഇഷ്ടമല്ലാത്ത സ്തോത്രം ജഡീയ പ്രവർത്തികളൊന്നും ദൈവസഭയിലേക്ക് വരുവാൻ ഇടവരാതെ ദൈവസഭയെ വിശുദ്ധിയായി നിർത്തുവാൻ അങ്ങയ്ക്ക് പ്രസാദം തോന്നണമേ. കർത്താവിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പിതാവേ, ഞങ്ങളെല്ലാവരും അതിനുവേണ്ടി ഒരുക്കണമേ കർത്താവേ. പ്രാർത്ഥനകൾക്ക് സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.